നമസ്കാരം. സ്പോട്ട് ലൈവിലേക്ക് സ്വാഗതം. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ നിർണായക നീക്കം. വിദേശ വ്യവസായിയുടെ മൊഴിയിലുണ്ടായിരുന്ന ഡി മണിയെ SIT ചോദ്യം ചെയ്തു. സ്ഥാപനങ്ങളിലും വീട്ടിലും SIT പരിശോധന നടത്തി. തമിഴ്നാട് ഡിണ്ടിക്കൽ സ്വദേശിയായ ഡി മണിയുടെ വീട്ടിൽ രാവിലെ 10:30 പരിശോധന ആരംഭിച്ചത്. ബാലമുരുകൻ എന്നാണ് ഡി മണിയുടെ യഥാർത്ഥ പേര്. ഡി മണി ശബരിമലയിലെ പഞ്ചലോക വിഗ്രഹങ്ങൾ വാങ്ങിയെന്നായിരുന്നു വിദേശ വ്യവസായിയുടെ മൊഴിയിലുണ്ടായിരുന്നത്. ഇതേ തുടർന്നാണ് പരിശോധനയ്ക്ക് പ്രത്യേക അന്വേഷണ സംഘം സെർച്ച് വാറന്റുമായി പുറപ്പെട്ടത്. വിവരങ്ങളുമായി VV വിനോദ് ചേരുന്നുണ്ട്. വിനോദ്, ഈ സ്വർണ്ണക്കൊള്ളയിലെ പ്രധാന കണ്ണിയാണ് ഡി മണി എന്നാണ് കരുതുന്നത്. ഇപ്പോൾ ഇയാളെ ചോദ്യം ചെയ്തിട്ടുണ്ട്. ഇനി എന്തായിരിക്കും SITയുടെ നീക്കം? ടോം, ഈ കേസുമായി ബന്ധപ്പെട്ട് വളരെ സുപ്രധാനമായൊരു നീക്കമാണ് SITയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. ഇപ്പോൾ ഡിണ്ടിഗലിൽ ഡി മണിയെ ചോദ്യം ചെയ്യുകയാണ്. ഡി മണിയുടെ വീട്ടിലും ഓഫീസിലും ഉൾപ്പെടെ SIT സംഘം എത്തി. ഈ കേസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഡി മണിയും തമ്മിലുള്ള ബന്ധമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. എങ്ങനെയാണ് ഇവർ തമ്മിലുള്ള ബന്ധം? രമേശ് ചെന്നിത്തലയുടെ ഒരു വെളിപ്പെടുത്തൽ വന്നതിന് പിന്നാലെയാണ് ഇത് അന്താരാഷ്ട്ര വിഗ്രഹക്കടത്ത് സംഘങ്ങൾ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന തരത്തിലുള്ള വിവരങ്ങൾ വരുന്നത്. രമേശ് ചെന്നിത്തല SITക്ക് മൊഴി നൽകിയത് തനിക്കറിയാവുന്ന ഒരു വ്യവസായി തന്നോട് ഈ ഇടപാടുകളെക്കുറിച്ച് പറഞ്ഞിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പ്രവാസിയായ വ്യവസായിയിൽ നിന്ന് SIT മൊഴി രേഖപ്പെടുത്തി. അപ്പോഴാണ് കൂടുതൽ ഈ ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തു വന്നത്. ഏതാണ്ട് 1000 കോടിയുടെ ഇടപാടാണ് ലക്ഷ്യം വെച്ചിരുന്നത്. ഇതിൽ 500 കോടിയുടെ ഇടപാട് നടന്നു. ശബരിമലയിലെ അമൂല്യ വസ്തുക്കൾ കടത്തിയതുമായി ബന്ധപ്പെട്ടാണ് 500 കോടിയുടെ ഇടപാട് നടന്നത്. മറ്റൊരു 500 കോടി അവർ നീക്കിവെച്ചത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ അമൂല്യ വസ്തുക്കൾ കടത്തുന്നതിന് വേണ്ടിയാണ്. പക്ഷേ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് ഇതിനകം തന്നെ ഇങ്ങനെ വസ്തുക്കൾ പുറത്തേക്ക് പോയി എന്ന വിവരം കൂടി പുറത്തു വന്നിട്ടുണ്ട്. ശബരിമലയിലെ സ്വർണ്ണപ്പാളികൾ ആദ്യം ഈ സ്മാർട്ട് ക്രിയേഷനിലേക്കാണ് കൊണ്ടുപോകുന്നത്. അവിടെ അതിൻ്റെ CEOയെ പിന്നീട് അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്യുന്ന നിലയുണ്ടായി. ഈ ജുവലറി അവിടെ നിന്ന് കൈമാറിയ ജുവലറി ഉടമയെയും അറസ്റ്റ് ചെയ്തു. ദേവസ്വം ബോർഡിൻ്റെ മുൻ പ്രസിഡന്റിനെയും എക്സിക്യൂട്ടീവ് ദേവസ്വം ബോർഡ് കമ്മീഷണറായിരുന്ന വാസുവിനെ അടക്കമുള്ളവരെ അറസ്റ്റ് ചെയ്യുന്ന നിലയുണ്ടായി. പക്ഷേ അതിനപ്പുറത്തേക്ക് ഇതിൻ്റെ ഒരു ശൃംഖല അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു വ്യാപ്തി വളരുകയാണ് എന്നത് തന്നെയാണ് ഏറ്റവും ഞെട്ടിക്കുന്നൊരു സംഭവം. ശബരിമലയിൽ നിന്ന് പാളികൾ കൊണ്ടുപോയി എന്നതിനപ്പുറത്തേക്ക് ഈ കേസിൻ്റെ ഒരു ഗ്രാവിറ്റി മാറുന്നുണ്ട്. കാരണം ഇത് നിരന്തരമായി പ്രവർത്തിച്ചിരുന്ന ഒരു സംഘമാണ്. അതുകൊണ്ട് തന്നെ ഇവർക്ക് മറ്റിടപാടുകളുണ്ടായിരുന്നു. കേരളത്തിലെ പ്രാചീനമായ ക്ഷേത്രങ്ങളിൽ നിന്ന്, കേരളത്തിലെയും തമിഴ്നാട്ടിലെയും മറ്റിടങ്ങളിലെയും ഒക്കെ തന്നെ ക്ഷേത്രങ്ങളിൽ നിന്ന് പഞ്ചലോക വിഗ്രഹങ്ങളടക്കം ഇവർ കടത്തി എന്നതാണ് മൊഴി. അങ്ങനെയെങ്കിൽ ഈ കേസ് കൂടുതൽ ഗൗരവമുള്ളതായി മാറും. അതിൻ്റെ അടിസ്ഥാനത്തിൽ CBI അന്വേഷണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ കേസിൽ ഉണ്ടാകുമെന്ന കാര്യം ഉറപ്പാണ്. ഇതിനകം തന്നെ CBI അന്വേഷണം എന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് സംസ്ഥാന BJP ഘടകം ഇതിൽ ഇടപെട്ടിട്ടുണ്ട്. EDയുടെ ഇടപെടൽ ഇതിനകം തന്നെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ SITയുടെ ഭാഗത്ത് നിന്ന് കൃത്യമായ ഇടപെടലാണ്. നിരവധി അറസ്റ്റുകൾ എന്നതിന് ഏതാണ്ട് 10ഓളം അറസ്റ്റുകൾ, അതിനപ്പുറത്തേക്ക് കൂടുതൽ ആളുകളിലേക്ക് ഈ അന്വേഷണം പോകുന്നു. പക്ഷേ ഇത് ഇവിടം കൊണ്ടും അവസാനിക്കില്ല എന്ന കാര്യമാണ് നമുക്കിപ്പോൾ ഈ പരിശോധനകളിലൂടെ മനസ്സിലാകുന്നത്. ഡി മണിയെക്കുറിച്ചുള്ള കാര്യങ്ങൾ പരിശോധിക്കുമ്പോഴും ഈ അഭൂതപൂർവമായൊരു വളർച്ചയാണ്, പെട്ടെന്ന് ആളുകളെ അമ്പരിപ്പിച്ച സാമ്പത്തിക വളർച്ചയാണ് ഇയാൾ ജീവിതത്തിൽ ഉണ്ടാക്കിയത്. നേരത്തെ ഓട്ടോറിക്ഷ ഓടിച്ച് നടന്ന ആളെന്ന വിവരമൊക്കെ പുറത്തു വരുന്നുണ്ട്. സാധാരണ കുടുംബത്തിൽ നിന്നുള്ള ഒരു അംഗമാണ്, അതിസമ്പന്നമായ കുടുംബത്തിൽ നിന്നുള്ള ആളല്ല. പിന്നീട് വലിയ തോതിൽ സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാവുകയും ഡയമണ്ട് ബിസിനസ്സിലേക്കൊക്കെ ഡി മണി മാറുകയും ചെയ്തു എന്ന വിവരമാണ്. അതിനുശേഷമാണ് ഈ വിഗ്രഹ മോഷണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ആ സംഘത്തിലേക്ക് എത്തിയതെന്ന വിലയിരുത്തലുണ്ടാകുന്നു. ഡി മണിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കേണ്ടതുണ്ട്. മറ്റൊരു വിവരം പുറത്തു വന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഡി മണിയും തമ്മിൽ പരിചയപ്പെടുത്തിയത് തമിഴ്നാട് മുഖ്യമന്ത്രി ജയലളിതയുടെ ചില അടുപ്പക്കാരാണ്. അവരുമായി ബന്ധപ്പെട്ട ആളുകൾ ഇങ്ങനെ ഇവരെ പരിചയപ്പെടുത്തിയെന്ന ചില വിവരങ്ങൾ നേരത്തെ പുറത്തു വന്നിരുന്നു. മാത്രമല്ല ഡി മണിയുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ ഇടനിലമായി പ്രവർത്തിച്ചിരുന്ന ശ്രീകൃഷ്ണൻ എന്നൊരു വ്യക്തി, അയാൾ വിരുദനഗർ സ്വദേശിയാണ്. ഡിണ്ടിഗലിൽ അയാളെയും ചോദ്യം ചെയ്യുന്നു എന്ന വിവരമാണ് പുറത്തു വരുന്നത്. കേരള പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് SIT ഈ ക്രൈംബ്രാഞ്ച് സംഘം അവരുടെ ഭാഗത്ത് നിന്ന് വളരെ രഹസ്യമായ നീക്കമാണ് ഉണ്ടായത്. ഈ കൂടുതൽ സംശയങ്ങൾ ഉണ്ടാകാതിരിക്കാൻ, അവിടെ എന്തെങ്കിലും പ്രാദേശികമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാതിരിക്കാൻ സ്വകാര്യ വാഹനത്തിലായിരുന്നു യാത്ര ചെയ്തത്. പോലീസ് എന്ന ബോർഡ് മാത്രമാണ് ആ ഗ്ലാസിൽ വെച്ചിരുന്നത്. ഒരു KL01 രജിസ്ട്രേഷനിലുള്ള വാഹനത്തിൽ അവിടേക്ക് എത്തുകയും രാവിലെ തന്നെ ഈ പരിശോധന ആരംഭിക്കുകയുമായിരുന്നു. ഡി മണിയുടെ ഓഫീസും വീടും ഒക്കെ തന്നെ കേന്ദ്രീകരിച്ചുള്ള പരിശോധനയാണ്. മറ്റൊരു കാര്യം ഇന്ന് ഈ കേസുമായി ബന്ധപ്പെട്ട് നടക്കേണ്ടിയിരുന്നത്
ദേവസ്വം ബോർഡിലെ മുൻ അംഗങ്ങൾ രണ്ടുപേർ കെ.പി. ശങ്കരദാസും എൻ. വിജയകുമാർ ഈ രണ്ടുപേരെയും ഇന്ന് ചോദ്യം ചെയ്യാൻ വേണ്ടി വിളിപ്പിച്ചിരുന്നതാണ്. പക്ഷേ അവർ ഇന്ന് ഹാജരായിട്ടില്ല. കൊല്ലം വിജിലൻസ് കോടതിയിൽ ഇവരുടെ മുൻകൂർ ജാമ്യാപേക്ഷ നിൽക്കുന്നുണ്ട്. മുൻകൂർ ജാമ്യത്തിൽ തീരുമാനമുണ്ടായ ശേഷം അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകാമെന്നൊരു നിലപാടിലേക്ക് ഇവർ എത്തിയതായാണ് മനസ്സിലാക്കുന്നത്. ഏതായിരുന്നാലും എം. പത്മകുമാറും അതോടൊപ്പം തന്നെ എൻ. വാസുവും ഉൾപ്പെടെ മുരാരി ബാബു ഉൾപ്പെടെ ഈ കേസുമായി ബന്ധപ്പെട്ട് സുപ്രധാനമായ സ്ഥാനങ്ങൾ വഹിച്ചിരുന്ന ആളുകളാണ് ഇപ്പോഴും റിമാൻഡിൽ കഴിയുന്നത്. ഇവർക്ക് ആവർത്തിച്ച് ജാമ്യം നിഷേധിക്കുന്ന നിലയിലേക്ക് കോടതി പോവുകയും ചെയ്യുന്നു. കഴിഞ്ഞ പ്രാവശ്യം ഈ കേസ് പരിഗണിച്ചപ്പോൾ ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് നിശിതമായ വിമർശനമാണ് SITക്ക് നേരെ ഉണ്ടായത്. എന്തുകൊണ്ട് വമ്പൻ സ്രാവുകളിലേക്ക് ഈ അന്വേഷണം നീങ്ങുന്നില്ല എന്ന ഒരു ചോദ്യമുണ്ടായി. തൊട്ടടുത്ത ദിവസമാണ് ഈ സ്മാർട്ട് ക്രിയേഷൻ്റെ CEOയെയും ജ്വല്ലറി ഉടമയെയും അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത്. അവരും ഇപ്പോൾ റിമാൻഡിൽ തുടരുകയാണ്. അതിനപ്പുറത്തേക്ക് ഇപ്പോൾ ഡി മണിയിലേക്ക് അന്വേഷണം എത്തുന്നു. ഡി മണി എന്ന പേര് തീർച്ചയായും അങ്ങനെ പല നീക്കങ്ങൾ നടക്കുന്നുണ്ട്. ഇതിന്റെ ഇടനിലക്കാരെ മുഖ്യ കണ്ണികളെയൊക്കെ ചോദ്യം ചെയ്യുന്നുണ്ട്. പരിശോധനകൾ ഊർജിതമായി നടക്കുന്നു. അവിടെയാണ് ശങ്കർദാസിനെയും വിജയകുമാറിനെയും എന്തുകൊണ്ടാണ് ഇതുവരെയും ചോദ്യം ചെയ്യാത്തത്? അവർക്ക് ജാമ്യം ലഭിക്കാനുള്ള സാഹചര്യം സൃഷ്ടിക്കുകയാണോ അന്വേഷണ സംഘം? കാരണം നമുക്കറിയാം ഹൈക്കോടതി പോലും രൂക്ഷമായ വിമർശനം ഉന്നയിച്ചതാണ്. ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ മുൻ പ്രസിഡന്റിനെ അടക്കം അറസ്റ്റ് ചെയ്തിട്ടും പ്രതി ചേർത്തിട്ടും എന്തുകൊണ്ടാണ് അന്ന് ഈ ദേവസ്വം ബോർഡിൻ്റെ അംഗങ്ങളായിരുന്ന ശങ്കർദാസിനെയും വിജയകുമാറിനെയും പ്രതി ചേർക്കാത്തത്, അവരിലേക്ക് അന്വേഷണം എത്താത്തത്, അവരുടെ പങ്കും അന്വേഷിക്കേണ്ടതല്ലേ തുടങ്ങിയ ചോദ്യങ്ങൾ ഹൈക്കോടതി അന്വേഷണ സംഘത്തോട് ചോദിച്ചിരുന്നു. പക്ഷെ ഇപ്പോഴും അവരിലേക്ക് അന്വേഷണം എത്തുന്നില്ല. ആ രീതിയിലുള്ളൊരു നടപടികൾ നീങ്ങുന്നില്ല. ഏതെങ്കിലും രീതിയിലുള്ള ഒരു സമ്മർദ്ദം, രാഷ്ട്രീയ സമ്മർദ്ദം മറ്റും ഉണ്ടാകുന്നുണ്ടോ അന്വേഷണ സംഘത്തിന്? ടോം, ഇത് രണ്ടായി കാണണം. ഒന്ന്, ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലുള്ള കാര്യമായതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു രാഷ്ട്രീയ സമ്മർദ്ദത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നതിന് പരിമിതിയുണ്ട്. പല കേസുകളിലും അങ്ങനെ രാഷ്ട്രീയ ഇടപെടലുകൾ ഉണ്ടാകാറുണ്ട്. പക്ഷേ ഈ കേസിൽ അങ്ങനെ ഒരു ഇടപെടലിനുള്ള സാധ്യത, അത് ഹൈക്കോടതിയുടെ മേൽനോട്ടമുണ്ട്. കഴിഞ്ഞ തവണ ഈ കേസ് പരിഗണിച്ചപ്പോൾ കോടതിയുടെ ഭാഗത്തു നിന്ന് വിമർശനം ഉണ്ടാകുകയും ചെയ്തു. അതിനുശേഷം SITയുടെ നീക്കങ്ങൾ വളരെ വേഗത്തിലുള്ളതാണ്. പക്ഷേ ടോം ചോദിച്ചതുപോലെ ഈ രണ്ട് പേരുടെ അറസ്റ്റിൻ്റെ കാര്യത്തിൽ അല്ലെങ്കിൽ അവർക്ക് മേൽ എന്തെങ്കിലും നടപടി ഉണ്ടാകുന്നില്ല എന്നൊരു ആരോപണം അല്ലെങ്കിൽ അങ്ങനെ ഒരു ആക്ഷേപം ഉയർന്നു വരുമ്പോൾ പ്രതിപക്ഷ നേതാവിൻ്റെ വാക്കുകൾ കൂടി ഇതിനോടൊപ്പം ചേർത്ത് വയ്ക്കണം. പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് രണ്ട് ഉന്നതരായ പോലീസ് ഉദ്യോഗസ്ഥർ ഇതിൽ ഇടപെടുന്നുണ്ട്, SITക്ക് മേൽ അവർ വലിയ സമ്മർദ്ദം ചെലുത്തുന്നുണ്ട്, അതുകൊണ്ടാണ് മറ്റ് നടപടികളിലേക്ക് കാര്യങ്ങൾ പോകാത്തത്, ആ ഉദ്യോഗസ്ഥരുടെ പേര് പറയേണ്ടി വരുമെന്നൊക്കെയാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്. എങ്കിൽ തന്നെയും SITയുടെ അന്വേഷണം അങ്ങനെ മെല്ലെപ്പോക്കല്ല എന്ന കാര്യം നമുക്ക് തറപ്പിച്ച് പറയാൻ കഴിയും. കാരണം ഈ കേസിൻ്റെ തുടക്കം മുതൽ തന്നെ അറസ്റ്റുകൾ ഉണ്ടാകുന്നു, കൂടുതൽ ചോദ്യം ചെയ്യലുകൾ ഉണ്ടാകുന്നു. കഴിഞ്ഞ ദിവസവും അതായത് നമുക്കറിയാം ഈ ശങ്കർദാസിൻ്റെ ഒരു പശ്ചാത്തലം, ഒരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥൻ്റെ പിതാവാണ്. സ്വാഭാവികമായും അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാതിരിക്കാനുള്ള ഇടപെടലൊക്കെ അങ്ങനെ ഉണ്ടാകുന്നുണ്ട്. ഒരുപക്ഷെ പ്രതിപക്ഷ നേതാവ് ഉദ്ദേശിച്ചത് ആ ഉദ്യോഗസ്ഥനെ ആയിരിക്കുമോ ഈ രീതിയിലുള്ള, കാരണം ഒരു SP തലത്തിലാണത് അന്വേഷിക്കുന്നത്. സ്വാഭാവികമായും ഒരു DIG റാങ്കിലുള്ളൊരു ഉദ്യോഗസ്ഥൻ്റെ പിതാവിലേക്ക് അന്വേഷണം നീങ്ങുക എന്നൊക്കെ പറയുമ്പോൾ അവിടെ ഒരു സമ്മർദ്ദം ഉണ്ടാകുന്നുണ്ട് അല്ലെങ്കിൽ ഇടപെടൽ ഉണ്ടാകുന്നുണ്ട് എന്നാണോ പ്രതിപക്ഷം ഉദ്ദേശിക്കുന്നത്? ടോം, അത്തരം കാര്യങ്ങളൊന്നും തന്നെ പ്രതിപക്ഷ നേതാവിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല. പോലീസിലെ രണ്ട് ഉദ്യോഗസ്ഥർ എന്ന ഒരു പരാമർശം മാത്രമാണ് അദ്ദേഹം നടത്തിയത്. മറ്റെന്തെങ്കിലും പേരോ മറ്റു കാര്യങ്ങളോ ഒന്നും പറഞ്ഞിട്ടില്ല. മാത്രമല്ല, അത് പ്രതിപക്ഷ നേതാവിൻ്റെ ഒരു ആരോപണം എന്ന നിലയ്ക്ക് കൂടി അതിനെ കാണേണ്ടതുണ്ട്. അതിന് രാഷ്ട്രീയ മാനങ്ങളുണ്ടാകാം. ഏതായിരുന്നാലും ഇവരുടെ രണ്ടുപേരുടെ കാര്യത്തിൽ അറസ്റ്റ് ഉണ്ടായില്ല, അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്യാനുള്ള തെളിവുണ്ടോ ഇല്ലേ എന്നുള്ള ഒരു ചോദ്യം പക്ഷേ ഇവരുടെ പ്രതിപട്ടികയിൽ ചേർത്തിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ അത് അറസ്റ്റിലേക്ക് പോകേണ്ടതാണ്, സ്വാഭാവികമായൊരു നടപടിക്രമമാണ്. പക്ഷേ അതുണ്ടാകുന്നില്ല എന്നതാണ് ഏറ്റവും വലിയ ആരോപണമായി ഉയർന്നു വരുന്നത്. അവിടെയാണ് ടോം പറഞ്ഞതുപോലുള്ള ചില കാര്യങ്ങളൊക്കെ നിലനിൽക്കുന്നതും. ഏതായിരുന്നാലും ഇതിൽ മുൻകൂർ ജാമ്യാപേക്ഷയുമായി ബന്ധപ്പെട്ട് അവർ കൊല്ലം വിജിലൻസ് കോടതിയിൽ ഹർജി നൽകിയിട്ടുണ്ട്. അതിൽ തീരുമാനമുണ്ടായ ശേഷം അന്വേഷണ സംഘത്തിന് മുന്നിലേക്ക് എത്താം എന്നൊരു നിലയിലേക്ക് അവർ മാറി എന്നാണ് മനസ്സിലാക്കുന്നത്. ഇന്ന് അവർ അന്വേഷണ സംഘത്തിന് മുന്നിലേക്ക് എത്തേണ്ടതായിരുന്നു. അപ്പോഴാണ് മറ്റൊരു സുപ്രധാനമായ നീക്കമുണ്ടാകുന്നത്. ഡി മണിയെ ചോദ്യം ചെയ്യാൻ ദിണ്ടിഗലിൽ അന്വേഷണ സംഘത്തിലെ ഉദ്യോഗസ്ഥർ എത്തുന്നു എന്നത്. അവിടെ ഡി മണിയെയും അതോടൊപ്പം തന്നെ ഈ ശ്രീകൃഷ്ണനെയും ചോദ്യം ചെയ്യുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. അവിടെ കേരള പോലീസ് എത്തുകയും ഡി മണിയുടെ വീട്ടിലും ഓഫീസിലും ചോദ്യം ചെയ്യൽ നടത്തുകയും ചെയ്യുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ അമൂല്യ വസ്തുക്കൾ കടത്തിയതിന് ഒരു മാസ്റ്റർ പ്ലാൻ ഉണ്ടായിരുന്നു, അതിന് അവർക്കൊരു ബ്ലൂ പ്രിൻ്റ് ഉണ്ടായിരുന്നു എന്നത് തന്നെയാണ്. ഇത് സ്വാഭാവികമായി ചില ദിവസങ്ങളുടെ ആ
ആസൂത്രണത്തിലോ ചിലർ മാത്രം ചേർന്ന് നടത്തിയ കാര്യമോ അല്ല എന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത്. മറിച്ച് ഇതിന് പിന്നിൽ ഒരു സംഘമുണ്ട്. ഒരുപക്ഷേ ഈ ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട ആളുകൾക്കോ മറ്റുള്ളവർക്കോ ഇത് സ്വർണം മാറ്റുന്നു എന്നത് അറിയാം എന്നതിനപ്പുറത്തേക്ക് ഇത് എവിടേക്ക് പോകുന്നു, ആർക്ക് നൽകുന്നു എന്ന കാര്യത്തിലൊക്കെ വ്യക്തത ഉണ്ടായിരുന്നു എന്നതിൽ സംശയമുണ്ട് ഈ ആരോപണ വിധേയരായ പലർക്കും. ഇനി അവർ കുറ്റക്കാരല്ലെങ്കിൽ, ഈ കുറ്റം ചെയ്ത ആളുകൾ ഉണ്ടെങ്കിൽ പോലും അവർക്ക് ഇതിനെക്കുറിച്ച് ഇത് എവിടേക്ക് പോകുന്നു എന്നത് സംബന്ധിച്ച് ധാരണ ഉണ്ടായിരുന്നു എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. കാരണം ഇതൊരു അന്താരാഷ്ട്ര ശൃംഖലയാണ്. അവിടെയാണ് ഈ 1000 കോടിയുടെ ഇടപാട് എന്ന കാര്യം ഉയർന്നു വരുന്നത്. രമേശ് ചെന്നിത്തലയുടെ ഒരു വെളിപ്പെടുത്തലോടെയാണ് ഇതിനൊരു വഴിത്തിരിവുണ്ടാകുന്നത്. ഈ കേസിന് രമേശ് ചെന്നിത്തല ഒരു ദിവസത്തെ നടത്തിയ വാർത്താ സമ്മേളനം, അതിൽ അദ്ദേഹം പറയുന്നു തനിക്കറിയാവുന്നൊരു വ്യവസായിയുണ്ട്, ആ വ്യവസായിക്ക് ഈ അന്താരാഷ്ട്ര വിഗ്രഹ കള്ളക്കടത്ത് സംഘത്തെക്കുറിച്ച് അറിയാം, അവരുടെ ഇടപാടുകളെക്കുറിച്ചറിയാം. ആ വ്യവസായിയിൽ നിന്ന് മൊഴി രേഖപ്പെടുത്തിയാൽ അന്വേഷണ സംഘത്തിന് കൂടുതൽ വിവരം ലഭിക്കുമെന്ന ഒരു സുപ്രധാനമായ വെളിപ്പെടുത്തലും അതിന് പിന്നാലെ അദ്ദേഹം SITക്ക് മൊഴി നൽകുകയും ചെയ്യുന്നു. പിന്നീടാണ് ഈ പറയുന്ന വ്യവസായിയിൽ നിന്ന് അന്വേഷണ സംഘം മൊഴിയെടുക്കുന്നത്. അതുമുതലാണ് ഇതിൻ്റെ ഒരു ആഴവും പരപ്പും വർദ്ധിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം. അതുവരെ ശബരിമലയിലെ സ്വർണ്ണപ്പാളി ഇളക്കിയെടുത്തുകൊണ്ട് പോയി അത് ഉരുക്കി വിറ്റു എന്ന തരത്തിൽ മാത്രമുള്ള ഒരു കേസാണ്. അത് ദ്വാരപാലക ശില്പങ്ങളാകട്ടെ അല്ലെങ്കിൽ അവിടുത്തെ കട്ടളപ്പടിയാകട്ടെ ആ തരത്തിലുള്ള ഒരു കാര്യമായി മാത്രം അങ്ങനെ നിന്ന സ്ഥലത്ത് നിന്നാണ്, ആ സ്ഥിതിയിൽ നിന്നാണ് ഇതിന് വ്യാപകമായൊരു തലമുണ്ട് എന്ന നിലയിലേക്ക് ഇപ്പോൾ കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. അതായത് ചെറിയ മീനുകളല്ല ഇതിന് പിറകിൽ പ്രവർത്തിക്കുന്നതെന്ന് വളരെ വ്യക്തമാണ്. അങ്ങനെ തമിഴ്നാട്ടിലേക്കും ബാംഗ്ലൂരിലേക്കുമൊക്കെ ഇതിൻ്റെ ശൃംഖല വളരുകയാണ്. മാത്രമല്ല 59 ദിവസമാണ് ഈ കട്ടളപ്പാളിയുമായി ഉണ്ണികൃഷ്ണൻ പോറ്റി സഞ്ചരിച്ചത്. എന്തുകൊണ്ട് നവീകരണത്തിന് കൊണ്ടുപോയ അല്ലെങ്കിൽ സ്വർണം പൂശാൻ ഉള്ള ഒരു വസ്തു കൊണ്ടുപോയി ഇത്ര ദിവസം വേണ്ടി വന്നത് എന്നതിനും ഇതിനകം തന്നെ ഉത്തരവ് ആയിട്ടുണ്ട്. പല വ്യവസായികളുടെയും ചലച്ചിത്ര താരങ്ങളുടെയും വീട്ടിലേക്കൊക്കെ ഇത് കൊണ്ടുപോവുകയും അവിടെ വെച്ച് പൂജ നടത്തുകയും പല സ്ഥലങ്ങളിലായി ഈ ശബരിമലയിലെ അമൂല്യ വസ്തു പ്രദർശിപ്പിക്കുകയും ചെയ്തു. അതിന് പിന്നിലെ താല്പര്യമെന്ത്, അതിന് പിന്നിലെ പണപ്പിരിവാണോ മറ്റു കാര്യങ്ങളാണോ തുടങ്ങി ഒട്ടനവധി ചോദ്യങ്ങളുണ്ട്. ഈ കൊണ്ടുപോയ സാധനമല്ല വന്നതെന്നത് നേരത്തെ തന്നെ വ്യക്തമായതാണ്. മാത്രമല്ല വിജയമല്ല 2009 ഈ സ്വർണം പൊതിയുകയാണ് ചെയ്തതെന്ന് രേഖകളിൽ വ്യക്തമാണ്. അതായത് അവിടെ ഉണ്ടായിരുന്ന ചെമ്പ് പാളികൾക്ക് മേൽ മറ്റ് സ്വർണ്ണ പാളികൾ പതിക്കുകയായിരുന്നു. 2 ലെയറായി ഈ പാളികൾ ഉണ്ടാവുകയാണ് ചെയ്തത്. അങ്ങനെയെങ്കിൽ അതെങ്ങനെയാണ് സ്വർണം പൂശാനായി പിന്നീട് കൊണ്ടുപോകുന്നത്? 2 പാളികൾ സെപ്പറേറ്റായി ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് എങ്ങനെയാണ് ഈ പാളികൾ അപ്പാടെ അഴിച്ചെടുത്ത് അതിൽ സ്വർണം പൂശുക എന്ന പ്രക്രിയയിലേക്ക് പോകുന്നത്? പിന്നീട് വരുന്നത് ചെമ്പ് പാളികളാണ്, അതിൽ സ്വർണം പൂശിക്കൊണ്ടുവരുന്നു. അപ്പോൾ കാര്യങ്ങൾ വ്യക്തമാകുന്നു. ആ പൊതിഞ്ഞിരുന്ന ആദ്യത്തെ പാളികൾ അവിടെ നിന്ന് ഇളക്കി മാറ്റി എന്ന കാര്യം. വീണ്ടും ഈ സ്വർണം പൂശിയ പാളികൾ വീണ്ടും 2009 കൊണ്ടുപോകുന്നു. അതിനുശേഷം കഴിഞ്ഞ ഭരണസമിതി, അതായത് ജയകുമാർ ചുമതല ഏറ്റെടുക്കുന്നതിന് മുൻപ് പ്രശാന്തിൻ്റെ നേതൃത്വത്തിലുള്ള പ്രശാന്ത് പ്രസിഡൻ്റായിട്ടുള്ള ഭരണസമിതിയും ഇതേ പാളികൾ വീണ്ടും നവീകരണത്തിന് കൊടുത്തയച്ചു. അത് ശബരിമല ഈ സീസൺ തുടങ്ങുന്നതിന് തൊട്ട് മുൻപാണ് അങ്ങനെ നവീകരണത്തിന് കൊടുത്തയച്ചത്. അങ്ങനെയെങ്കിൽ ഈ ആദ്യത്തെ പാളി മാറ്റിയ ശേഷം വീണ്ടും ഈ സ്വർണ്ണപ്പാളികൾ അവിടെ നിന്ന് കൊണ്ടുപോയത് എന്ത് താല്പര്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? എവിടെ കാഴ്ചവെക്കാനാണ്? ആദ്യം കൊണ്ടുപോയ പാളിയിലെ ആ സ്വർണ്ണപ്പാളികൾ എവിടെ? തുടങ്ങി ഒട്ടനവധി ചോദ്യങ്ങൾക്ക് മറുപടി ലഭിക്കേണ്ടതുണ്ട്. ഈ ഉരുക്കി എന്ന കാര്യം വ്യക്തമാണ്. സ്മാർട്ട് ക്രിയേഷൻ ആ കാര്യം വ്യക്തമാക്കുന്നുണ്ട്. പണിക്കൂലി കുറച്ച് ആ സ്വർണം കൈമാറി, പണിക്കൂലിയായി സ്വർണം എടുത്തു എന്നവർ സമ്മതിക്കുന്നുണ്ട്. അതിനുശേഷമുള്ള സ്വർണം കൈമാറി എന്ന് പറയുന്നു. ആ ജ്വല്ലറിയിലെ പരിശോധനയിലും അത്തരം കാര്യങ്ങൾ കണ്ടെത്തുന്നു. പക്ഷേ അതിൽ കൂടുതലുള്ള സ്വർണം എവിടേക്ക് പോയി എന്ന കാര്യത്തിൽ ഇതുവരെ ഒരു വ്യക്തതയില്ല. അതുതന്നെയാണ് വലിയ സംശയങ്ങൾക്ക് വഴി നൽകുന്നതും. മാത്രമല്ല നേരത്തെയും ശബരിമലയിൽ നിന്ന് ഇത്തരം വസ്തുക്കൾ പോയിട്ടുണ്ടോ എന്ന ചോദ്യമാണ് അവശേഷിക്കുന്നത്. അങ്ങനെ പോയിട്ടുണ്ട് എന്ന് സ്ഥിരീകരിക്കുന്ന തരത്തിലുള്ള മൊഴികളാണ് SITക്ക് ലഭിക്കുന്നത്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്നും അത്തരത്തിൽ കാര്യങ്ങൾ മോഷണം പോയിട്ടുണ്ട്. അവിടുത്തെ ഗ്രീൻ ചാനൽ വഴി, അതായത് ഈ പറയുന്ന സംവിധാനം CCTV സംവിധാനം അങ്ങനെ പോയിട്ടുണ്ടോ? അത് മാത്രമല്ല, നേരത്തെ ഹൈക്കോടതി തന്നെ ഇതിന് രാജ്യാന്തര വിഗ്രഹക്കടത്ത് സംഘങ്ങളുമായി ഇതിന് ബന്ധമുണ്ടോ എന്ന സംശയം ഹൈക്കോടതി തന്നെയാണ് ആദ്യം ഉന്നയിക്കുന്നത്. പിന്നീട് വിനോദ് സൂചിപ്പിച്ചതുപോലെ മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയുടെ വെളിപ്പെടുത്തൽ, അതിനുശേഷം വിദേശ വ്യവസായിയെ ചോദ്യം ചെയ്യുന്നു, മൊഴിയെടുക്കുന്നു. ഇപ്പോൾ സുപ്രധാനമായ നീക്കത്തിലേക്ക് അന്വേഷണ സംഘം കടക്കുന്നു. അതായത് തമിഴ്നാട് സ്വദേശി, ഡിണ്ടിഗൽ സ്വദേശി ഡി മണിയെ ചോദ്യം ചെയ്യുന്നു. വീട്ടിൽ പരിശോധന നടക്കുന്നു. രാവിലെ തുടങ്ങിയ പരിശോധനയാണ് ഇപ്പോഴും തുടരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തെങ്കിലും നിർണായകമായിട്ടുള്ള വിവരങ്ങൾ അവിടെ നിന്ന് കണ്ടെത്താൻ SIT കഴിഞ്ഞിട്ടുണ്ടോ വിനോദ്? ടോം, അതുതന്നെയാണ് SITയെ കുഴക്കുന്നൊരു പ്രശ്നം. കാരണം ഈ അറസ്റ്റിലായ ആളുകൾ, റിമാൻഡിലുള്ള ആളുകൾ
ചോദ്യം ചെയ്യലിനോട് സഹകരിക്കുന്നില്ല എന്ന കാര്യം അവർ തന്നെ വ്യക്തമാക്കുന്നുണ്ട്. കാരണം ഈ സ്മാർട്ട് ക്രിയേഷൻ്റെ സിഇഒയോ അല്ലെങ്കിൽ ജ്വല്ലറി ഉടമയോ ഒക്കെ തന്നെ ഇതിൽ കൃത്യമായ കാര്യങ്ങൾ വിശദീകരിക്കുന്നില്ല എന്നതാണ് SIT പറയുന്നൊരു കാര്യം. പക്ഷേ അവിടെയും സ്വർണത്തിൻ്റെ കുറവുണ്ട്. ആ സ്വർണം എവിടേക്ക് പോയി എന്നതിൽ വ്യക്തമായ മറുപടി ഉണ്ടാകുന്നില്ല. അവിടെയാണ് ഈ ഡി മണിയും ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിലുള്ള ബന്ധം ചോദ്യചിഹ്നമായി വരുന്നത്. ഇരുവരും തമ്മിൽ എന്ത് ബന്ധമാണ്? അങ്ങനെ ഒരു ഡയമണ്ട് വ്യാപാരി, ഒരു വജ്ര വ്യാപാരി എങ്ങനെയാണ് ശബരിമലയിൽ സഹായിയായി എത്തിയ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധമുണ്ടാക്കിയത്? ഇവരെ പരിചയപ്പെടുത്തിയത് ജയലളിതയുടെ ചില അടുപ്പക്കാരാണെന്ന ചില വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. പക്ഷേ ഇങ്ങനെ പല കാര്യങ്ങൾ വരുമ്പോഴും ഈ കൊള്ളയിൽ മാത്രം ഈ കാര്യം അവസാനിക്കുന്നില്ല. നേരത്തെ പറഞ്ഞതുപോലെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ചെമ്പകത്തിൻ മൂടെന്ന പ്രദേശം, അവിടെ CCTV ഇല്ല എന്ന കാര്യങ്ങൾ ആ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർ പറയുന്നുണ്ട്. അവിടെ ഒരു ഗ്രീൻ ചാനലാണ്. ആ വഴിയിൽ ഇതിനു മുൻപ് അതുവഴി സ്വർണം കടത്തി അല്ലെങ്കിൽ അമൂല്യ വസ്തുക്കൾ കടത്തി എന്ന വിവരം പറയുന്നുണ്ട്. MG ശശിഭൂഷൺ ചരിത്രകാരനാണ്. അദ്ദേഹത്തിന് ആ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നേരത്തെ വലിയ ഉത്തരവാദിത്തങ്ങളൊക്കെ ഉണ്ടായിരുന്ന വ്യക്തിയാണ്. അദ്ദേഹം തന്നെ അദ്ദേഹത്തിൻ്റെ സ്വ അനുഭവത്തിൽ പറയുന്നുണ്ട്, തനിക്ക് ചില കാര്യങ്ങൾ ബോധ്യമുണ്ട്, അവിടെ നിന്ന് കവർച്ച നടന്നിട്ടുണ്ട്, അത് തനിക്ക് അറിയാം എന്ന കാര്യം അദ്ദേഹം പറയുന്നുണ്ട്. മാത്രമല്ല അവിടുത്തെ കർമ്മചാരി സംഘം ഉൾപ്പെടെയുള്ള സംഘടനകൾ അവിടുത്തെ കവർച്ചകളുമായി ബന്ധപ്പെട്ട് ഇതിനകം തന്നെ ഹൈക്കോടതി ഉൾപ്പെടെ സമീപിച്ചിട്ടുണ്ട്. അതായത് ശബരിമലയിൽ ഒതുങ്ങുന്ന ഒരു കാര്യമല്ല ഈ 1000 കോടിയുടെ ഇടപാടെന്ന് പറയുമ്പോൾ ആ ചെന്നിത്തല പറഞ്ഞ വ്യവസായി നൽകിയ മൊഴി അത് സാധൂകരിക്കുന്ന തരത്തിലാണ് ഇതുവരെയുള്ള അന്വേഷണത്തിൽ കാര്യങ്ങൾ കണ്ടെത്തലുകൾ പോകുന്നത്. അതായത് അതൊരു വ്യാജ മൊഴിയല്ല, അല്ലെങ്കിൽ തെറ്റിദ്ധരിപ്പിക്കുന്ന മൊഴിയല്ല. ഇതുവരെയുള്ള പരിശോധനയിൽ ആ വ്യവസായി നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ അത്തരം ആളുകളിലേക്ക് എത്താൻ പറ്റുന്നു. അത്തരം ആളുകളുണ്ട്, അവരുടെ ഇടപെടലുകൾ ഇതിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത് കേട്ടോ. തീർച്ചയായും. അതോടൊപ്പം ഈ ഡി മണിയുടെ ഒരു പശ്ചാത്തലം പരിശോധിച്ചു കഴിഞ്ഞപ്പോൾ ഈ സമീപകാലത്ത് വലിയ സാമ്പത്തിക ഉയർച്ച ഉണ്ടാകുന്നു. സാധാരണ ഒരു ഓട്ടോറിക്ഷ തൊഴിലാളിയായി ജീവിച്ച ഡി മണി, നമുക്ക് ആ ദൃശ്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും ഇപ്പോഴും വെറും സാധാരണക്കാരനല്ല ഡി മണി എന്ന്. എങ്ങനെയാണ് ഈ സാമ്പത്തിക വളർച്ച ഉണ്ടായത്? അതോടൊപ്പം വിഗ്രഹ കള്ളക്കടത്ത് സംഘങ്ങളുമായി, മാഫിയുമായി എന്ത് ബന്ധമാണ്? ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ എത്രത്തോളം പങ്കുണ്ട്? അതിൽ ഡി മണിയെ കൂടാതെ വേറെ ആർക്കൊക്കെ ഇടപെടലുണ്ട്? സ്വാഭാവികമായും ഇയാളെ വിശദമായി ചോദ്യം ചെയ്താൽ ഇതുമായി ബന്ധപ്പെട്ട്, ഈ വിഗ്രഹക്കടത്തുമായി ബന്ധപ്പെട്ട് പല സുപ്രധാനമായ വിവരങ്ങളും ലഭിക്കുമെന്നാണ് SITയുടെ പ്രതീക്ഷ. മാത്രമല്ല ഈ ചോദ്യം ചെയ്യലിന് ശേഷം മണിയുടെ അറസ്റ്റ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ വിനോദ്? ടോം, അതിലും വ്യക്തത വരേണ്ടതുണ്ട്. കാരണം ഈ പറയുന്ന 1000 കോടിയിൽ ആദ്യത്തെ 500 കോടിയുടെ ഇടപാട് നടന്നുവെന്നാണ് വ്യവസായി പറയുന്നത്. അതിൽ വലിയൊരു പങ്ക് കേരളത്തിലെ ഒരു പ്രമുഖനായ രാഷ്ട്രീയ നേതാവിൻ്റെ കൈകളിലേക്ക് എത്തി എന്നാണ് ഈ വ്യവസായി പറയുന്നത്. അത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. ആരാണ് ആ ഒളിഞ്ഞിരിക്കുന്ന രാഷ്ട്രീയ നേതാവ്? കാരണം ഇതുവരെ അങ്ങനെ വ്യവസായി പറഞ്ഞ കാര്യങ്ങളെല്ലാം ശരിയാണെങ്കിൽ അങ്ങനെ ഒരു രാഷ്ട്രീയ നേതാവ് ഉണ്ടാകുമോ എന്ന സംശയം ബലപ്പെടുകയാണ്. അത് SITയുടെ അന്വേഷണത്തിൽ കണ്ടെത്തേണ്ടതാണ്. പക്ഷേ അങ്ങനെ ഒരു രാഷ്ട്രീയ നേതാവ് ഉണ്ടെങ്കിൽ അത്യന്തം ഗൗരവമായൊരു കാര്യമാണ്. കാരണം ദേവസ്വം ബോർഡിലെ ചില ജീവനക്കാർക്കോ ചില കാലഘട്ടങ്ങളിൽ മാത്രം വരുന്ന ഭരണസമിതിയിലെ അംഗങ്ങൾക്കോ ചെയ്യാൻ കഴിയുന്നൊരു കാര്യമല്ല. അതുകൊണ്ട് തന്നെയാണ് അവിടെ രാഷ്ട്രീയ നേതൃത്വം ചോദ്യം ചെയ്യപ്പെടുന്നത്. ഇങ്ങനെ ഒരാളുണ്ടെന്ന് പറയുമ്പോൾ, ഒരു ഉന്നതനായ രാഷ്ട്രീയ നേതാവിന് പണം കൈമാറിയെന്ന് പറയുമ്പോൾ അതിൽ വലിയ ഗൗരവം വരുന്നത്. അത് കൂടുതൽ വലിയ അന്വേഷണങ്ങളിലേക്ക് പോകേണ്ട ഒരു സാഹചര്യം കൂടി സൃഷ്ടിക്കുന്നുണ്ട്. ഇനി ഉള്ള ദിവസങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം കോടതി നിരീക്ഷണത്തിലാണ് ഈ അന്വേഷണം നടക്കുന്നത്. കേന്ദ്ര ഏജൻസിയുടെ കടന്നുവരവ് അത് ഇതിനകം തന്നെ ഉണ്ടായി. നേരത്തെ പറഞ്ഞതുപോലെ ED കൊല്ലം വിജിലൻസ് കോടതിയെ സമീപിക്കുകയും അവിടെ നിന്ന് ഇതുമായി ബന്ധപ്പെട്ട രേഖകളെല്ലാം തന്നെ കൊല്ലം വിജിലൻസ് കോടതിയിൽ നിന്ന് EDക്ക് ലഭിക്കുകയും ചെയ്തു. പക്ഷേ ഇതൊരു അന്താരാഷ്ട്ര കള്ളക്കടത്ത് സംഘവുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യമായതുകൊണ്ട് തന്നെ ഇതൊരു ക്രിമിനൽ സ്വഭാവമുള്ള കാര്യമാണ്. കള്ളപ്പണം വെളുപ്പിക്കലോ അല്ലെങ്കിൽ കള്ളപ്പണം നേടുകയോ അങ്ങനെയുള്ള അഴിമതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കപ്പുറത്തേക്ക് ഒരു ക്രിമിനൽ ഗൂഢാലോചനയും ആ തരത്തിലുള്ള കുറ്റകൃത്യവുമാണ് നടന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ CBI പോലുള്ള ഏജൻസി വരേണ്ടി വരും. ഇന്റർപോളിൻ്റെ അടക്കം സഹായം തേടേണ്ട നിലയിലേക്കാണ് ഈ കാര്യങ്ങൾ പോകുന്നത്. കാരണം പല ആരോപണങ്ങൾ, ആക്ഷേപങ്ങൾ വരുന്നത് ഇതിനകം തന്നെ ഇതുമായി പല ഇടപാടുകൾ നടന്നിട്ടുണ്ട്. യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് പല അമൂല്യ വസ്തുക്കളും കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും അടക്കം പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൽ വിപുലമായ അന്വേഷണം വേണമെന്നതാണ് ഇനിയുള്ള കാര്യം. CBI ഈ അന്വേഷണത്തിലേക്ക് എത്താൻ എത്ര സമയമെടുക്കും എന്ന കാര്യം മാത്രമാണ് ഇനി അവശേഷിക്കുന്നത് കേട്ടോ. വ്യക്തമാണ്. ഇനി CBI ശബരിമല സ്വർണ്ണക്കൊള്ള അന്വേഷിക്കാൻ എത്തുമോ? മറ്റ് കൂടുതൽ ഏജൻസികൾ ഈ കേസിനെ കുറിച്ച്
പരിശോധിക്കുന്നുണ്ട്. കൂടുതൽ ഇടപെടലുകൾ ഉണ്ടാകും. കാരണം അത്രയും വലിയൊരു കൊള്ളയാണ് ശബരിമലയിൽ നടന്നത്. ഇതിന് പിന്നിൽ രാജ്യാന്തര സംഘങ്ങൾക്ക് ബന്ധമുണ്ട്. അതിൻ്റെ സൂചനകൾ പുറത്തു വരുന്നു. ഡി മണിയുടെ ചോദ്യം ചെയ്യലിൻ്റെ വിശദാംശങ്ങൾ പുറത്തു വന്നാൽ ഒരുപക്ഷെ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വ്യക്തത വരുമെന്ന് കരുതാം. തൃശൂർ പേരമംഗലത്ത് മദ്യലഹരിയിൽ കൊലപാതകം. നട്ടാക്കമ്പാടം സ്വദേശി പ്രേമദാസാണ് കൊല്ലപ്പെട്ടത്. ഇയാളുടെ സഹോദരൻ്റെ മകനായ മഹേഷാണ് പ്രതി. കൈക്കോട്ട് കൊണ്ട് തലയ്ക്കടിക്കുകയായിരുന്നു. ഇന്നലെ രാത്രിയായിരുന്നു സംഭവം. പ്രതിയെ പേരമംഗലം പോലീസ് കസ്റ്റഡിയിലെടുത്തു. വിവരങ്ങളുമായി ആജ്ഞ രവീന്ദ്രൻ ചേരുന്നുണ്ട്. ആജ്ഞ, ഇന്നലെ രാത്രിയാണ് മദ്യലഹരിയിൽ സഹോദരൻ്റെ മകൻ പ്രേമദാസിനെ കൊലപ്പെടുത്തിയത്. എന്താണ് ഈ പെട്ടെന്നുള്ള ഒരു പ്രകോപനമാണോ അതോ മറ്റെന്തെങ്കിലും വൈരാഗ്യമാണോ കൊലപാതകത്തിന് കാരണമായത്? ടോം, മദ്യലഹരിയിലെത്തിയ ഈ മഹേഷ് ഈ അച്ഛന്റെ സഹോദരനുമായിട്ട് വാക്കുതർക്കത്തിൽ ഏർപ്പെടുകയായിരുന്നു. ഇത് നിരന്തരം ഇയാളിങ്ങനെ മദ്യപിച്ച് എത്തി ബഹളം ഉണ്ടാക്കുന്ന ആളാണ് ഈ മഹേഷ് എന്ന് തന്നെയാണ് സമീപവാസികളും വ്യക്തമാക്കുന്നത്. ആ തർക്കം മൂത്തപ്പോൾ കയ്യിൽ കിട്ടിയ മൺവെട്ടി എടുത്ത് ഈ പിതാവിന്റെ സഹോദരന്റെ തലയ്ക്ക് അടിച്ചാണ് മരണമുണ്ടായത്. അദ്ദേഹത്തെ ആ സമയത്ത് തന്നെ അദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നെങ്കിലും ഈ പ്രേമദാസിന്റെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നേരത്തെയും ഇത്തരം സംഭവങ്ങൾ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ മദ്യപിച്ച് വീട്ടിലെത്തി അല്ലെങ്കിൽ ബഹളം ഉണ്ടാക്കുന്ന ഒരു സ്വഭാവക്കാരൻ തന്നെയാണ് മഹേഷ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്നലെ വൈകുന്നേരമാണ് സംഭവം. മദ്യപിച്ച് വീട്ടിലെത്തിയ ശേഷം അച്ഛൻ്റെ സഹോദരനുമായി പ്രേമദാസുമായി വാക്കുതർക്കത്തിൽ ഏർപ്പെട്ടതാണ്. ഇത് ഈ മദ്യലഹരി തർക്കം മൂർച്ഛിച്ചതോടെ മദ്യലഹരിയിലായിരുന്ന മഹേഷ ഈ പറഞ്ഞതുപോലെ കൈക്കോട്ടെടുത്ത് ഇദ്ദേഹത്തിൻ്റെ തലയിൽ പ്രേമദാസിന്റെ തലയ്ക്ക് അടിക്കുകയായിരുന്നു. അങ്ങനെയാണ് അപകടത്തെ തുടർന്ന് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. എന്തായാലും മഹേഷിനെ പേരമംഗലം പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. പേരമംഗലം നട്ടാക്പാടത്താണ് ഈ സംഭവം ഉണ്ടായിട്ടുള്ളത്. ഈ മഹേഷിന്റെ സ്വഭാവം വെച്ചിട്ട്, അതായത് ഇത്തരത്തിൽ ഇയാൾ മദ്യത്തിന് അടിമയായ ഒരാളാണ്. നിരന്തരം ഇങ്ങനെ ബഹളമുണ്ടാക്കുകയും വഴക്കുണ്ടാക്കുകയും ചെയ്യുന്ന ഒരാൾ കൂടിയാണ് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്ന വിവരം. ടോം, യെസ്, അങ്ങനൊരു മറ്റെന്തെങ്കിലും ക്രിമിനൽ പശ്ചാത്തലമുള്ളൊരു വ്യക്തിയാണോ ആജ്ഞ ഈ പ്രതി മഹേഷ്? അങ്ങനെ ഒരു മദ്യലഹരിയിലെത്തി സ്വന്തം പിതാവിൻ്റെ സഹോദരനെയാണ് കൊലപ്പെടുത്തുന്നത്. ഇതിനു മുമ്പ് ഏതെങ്കിലും കേസിൽ പ്രതിയായിട്ടുള്ള വ്യക്തിയാണോ ഇയാൾ? ടോം, ഇത്തരം നിരന്തരം പ്രശ്നമുണ്ടാക്കുന്ന ആളാണ് എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ഇങ്ങനെ നേരത്തെയും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ക്രിമിനൽ പശ്ചാത്തലമൊന്നും ഇതുവരെ വ്യക്തമായിട്ടില്ല. അതേസമയം പോലീസ് അത് പരിശോധിച്ച് വരുന്നുമുണ്ട്. അതേസമയം മഹേഷിന് ഒരു ബേസിക് നേച്ചർ, മഹേഷ് ഇങ്ങനെ സ്ഥിരം മദ്യപിച്ചിട്ട് ബഹളം ഉണ്ടാക്കുന്ന ഒരാളാണ്. മദ്യപിച്ച് കഴിഞ്ഞാൽ മഹേഷ് അനിയന്ത്രിതമായ രീതിയിൽ ആളുകളോട് മോശമായി പെരുമാറുകയും തർക്കിക്കുകയും ബഹളമുണ്ടാക്കുകയും ഉച്ചത്തിൽ ബഹളമുണ്ടാക്കുകയും ചെയ്യുന്ന ആളൊക്കെ തന്നെയാണ് എന്ന് തന്നെയാണ് പോലീസ് വ്യക്തമാക്കുന്നത്. അത്തരത്തിലുള്ള ഉണ്ടായ ഒരു തർക്കത്തെ തുടർന്നാണ് പ്രേമദാസിന്റെ കൊലപാതകത്തിലേക്കും എത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയത്. പക്ഷേ അക്രമ സ്വഭാവമുള്ള ഒരാളാണ് മദ്യപിച്ച് കഴിഞ്ഞാൽ എന്ന് തന്നെയാണ് പോലീസ് സ്ഥിരീകരിക്കുന്നതും. മുൻപും ഇത്തരം സംഭവങ്ങൾ ഉണ്ടോ എന്നുള്ള കാര്യവും പോലീസ് പരിശോധിക്കുന്നുണ്ട്. പക്ഷേ ഈ പറയുന്നത് പോലെ കൊലപാതകം പോലെ എത്തിച്ചേരാനുള്ള അല്ലെങ്കിൽ എത്തിപ്പെട്ടിട്ടുള്ള സംഭവങ്ങൾ മുൻപും ഇല്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അതേസമയം മഹേഷിന്റെ ക്രിമിനൽ പശ്ചാത്തലവും പോലീസ് പരിശോധിച്ച് വരികയാണ്. പേരമംഗലം പോലീസാണ് മഹേഷിനെ നിലവിൽ കസ്റ്റഡിയിലെടുത്തിട്ടുള്ളത്. പേരമംഗലം നട്ടാക്പാടത്താണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. പിതാവിന്റെ സഹോദരനാണ് മരിച്ച പ്രേംദാസ്. അദ്ദേഹത്തെ ഈ തലയ്ക്ക് മൺവെട്ടി കൊണ്ടുള്ള അടിയേറ്റ ഉടനെ തന്നെ അദ്ദേഹത്തെ ആശുപത്രിയിൽ എത്തിക്കാൻ ശ്രമിച്ചെങ്കിലും അത് പോകുന്ന വഴിക്ക് തന്നെ മരണം സംഭവിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. എന്തായാലും മഹേഷും പ്രേമദാസും തമ്മിലുണ്ടായ തർക്കത്തെ തുടർന്നാണ് ഈ മരണം സംഭവിച്ചതെന്നുള്ള കാര്യം വ്യക്തമാണ്. മഹേഷിന്റെ രീതി അനുസരിച്ചിട്ടും മഹേഷിന്റെ സ്വഭാവം അനുസരിച്ചിട്ടും ഇത്തരത്തിൽ മദ്യപിച്ചു കഴിഞ്ഞാൽ കൺട്രോൾഡ് അല്ലാത്ത ഒരാളായി മാറുന്ന ഒരാളാണ് മഹേഷ്. അത് നാട്ടുകാരോടൊക്കെയും ഇത്തരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും അതല്ലെങ്കിൽ വഴക്ക് തർക്കം അങ്ങനെ ഒരു രീതിയിൽ പോകുന്ന ഒരാളാണ്. അങ്ങനെ ഇത്തരം അക്രമ സ്വഭാവത്തോടെ പെരുമാറുന്ന ഒരാൾ തന്നെയാണ് മഹേഷ് എന്ന് തന്നെയാണ് പോലീസും സ്ഥിരീകരിക്കുന്നത്. എന്തായാലും ക്രിമിനൽ പശ്ചാത്തലം അന്വേഷിക്കുന്നുണ്ട്. അതേസമയം ഈ പിതാവിന്റെ സഹോദരനാണ് പ്രേംദാസ്. അദ്ദേഹത്തോടുണ്ടായ ഈ മദ്യലഹരിയിലുണ്ടായ തർക്കത്തെ തുടർന്ന് തർക്കം മൂർച്ഛിച്ച ശേഷമാണ് പ്രേമദാസിനെ തലയ്ക്കടിച്ചു കൊല്ലുന്ന ഒരു സാഹചര്യത്തിലേക്ക് നയിച്ചത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്.
യെസ്, വ്യക്തമാണ്. ആജ്ഞ രവീന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. തൃശ്ശൂർ പേരമംഗലത്ത് മദ്യലഹരിയിലാണ് യുവാവ് പിതാവിൻ്റെ സഹോദരനെ ക്രൂരമായി മർദ്ദിച്ച് കൊലപ്പെടുത്തിയത്. തിരുവനന്തപുരം പേഴുമൂട് പെട്രോൾ പമ്പിന് സമീപം യുവതിയുടെ ആത്മഹത്യാ ശ്രമം. 2 കുട്ടികളുമായി ഗ്യാസ് തുറന്നുവിട്ട് ജീവനൊടുക്കാൻ ശ്രമിക്കുകയായിരുന്നു. നാട്ടുകാരും പോലീസും ഇടപെട്ടതോടെ വൻ ദുരന്തം ഒഴിവായി. വിവരങ്ങളുമായി അരുൺ മോഹൻ ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. അരുൺ, ഇതെപ്പോഴാണ് ഈ സംഭവം ഉണ്ടായത്? അതിനുശേഷം എങ്ങനെ ഈ നാട്ടുകാരും പോലീസും ഇടപെട്ടതോടെ വൻ ദുരന്തം ഒഴിവായി, വലിയൊരു കൂട്ടമരണം ഒഴിവായി എന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ എന്താണ് ഇതിൻ്റെ കാരണം? ഈ കൂട്ടാത്മഹത്യാ ശ്രമത്തിനുള്ള കാരണം എന്താണെന്നാണ് മനസ്സിലാക്കുന്നത്? അപ്പം ഇതിന്റെ കാരണം ഇനിയും വ്യക്തമായിട്ടില്ല. കാരണം ഈ അമ്മ ഇപ്പോൾ ആശുപത്രിയിലാണ്. നമുക്ക് ബന്ധപ്പെടാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ നേരത്തെ സൂചിപ്പിച്ച പോലെ വളരെ ഒരു ദുരന്തം ഒഴിവായി എന്നുള്ളൊരു ആശ്വാസമാണ് നാട്ടുകാർക്കും അതിന് രക്ഷാപ്രവർത്തനം നൽകിയവർക്കും പറയാനുള്ളത്. നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതനുസരിച്ച് ഈ പറയുന്ന കാട്ടാക്കട പേഴുമൂട് സ്വദേശിയാണ് ഈ അമ്മയും 2 കുട്ടികളും. ഇവരുടെ ഭർത്താവ് വിദേശത്താണ്. വിദേശത്ത് തുടർന്ന് ഇവർ ഈ പറയുന്ന പെട്രോൾ പമ്പിന് സമീപത്ത് ഇവർ വാടകയ്ക്ക് താമസിച്ച് വരികയായിരുന്നു. വാടകയ്ക്ക് താമസിച്ച് വരുന്നുണ്ടെങ്കിലും ഇവർ മറ്റ് ആൾക്കാരുമായി ഒരു ബന്ധം ഇവർക്കുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ആൾക്കാരുമായി ഒരു ബന്ധം പുലർത്തി വന്ന ഒരു സാഹചര്യം ഇവർക്കുണ്ടായിരുന്നില്ല. ഇന്നലെ രാത്രി ഈ പറയുന്ന വീട് അടച്ചിട്ടിരിക്കുകയായിരുന്നു. വീടിനകത്ത് നിന്ന് ഈ ഗ്യാസിന്റെ ദുർഗന്ധം വരുന്നത് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നായിരുന്നു നാട്ടുകാരും പരിസരവാസികളും എത്തുന്നത്. അവിടെ വാതിൽ തൊട്ട് നോക്കിയപ്പോൾ ഇവരുടെ ഒരു മകൻ ഓടി അടുത്തെത്തുന്നു. തുടർന്ന് ഈ പറയുന്ന വീട്ടിലേക്ക് പ്രവേശിച്ച് ഗ്യാസ് അണയ്ക്കുകയാണ് ഉണ്ടായത്. ഗ്യാസ് വാതകം പുറത്തോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ അതിനെ അണയ്ക്കുകയാണ് ഉണ്ടായത്. തുടർന്ന് ഇവരെ ആശുപത്രിയിൽ എത്തിച്ചു. അപ്പോഴും ഇവരുടെ ഒരു മാനസികമായ ഒരു അവസ്ഥ ശരിയല്ലായിരുന്നു. തുടർന്നായിരുന്നു ഇവരെ ആശുപത്രി. ഇവരിപ്പോൾ തിരുവനന്തപുരത്ത് മെഡിക്കൽ കോളേജിലാണ് ഉള്ളതെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. എന്താണ് കാരണമെന്ന് അറിയില്ല. ഫാമിലി പ്രശ്നങ്ങൾ ആണോ സാമ്പത്തിക പ്രശ്നങ്ങളാണോ എന്നുള്ളത് ഇനിയും വ്യക്തത വരാനുണ്ട്. എന്തായാലും വലിയൊരു ദുരന്തം ഈ ക്രിസ്മസ് രാവിലെ നിന്ന് രക്ഷപ്പെട്ട ഒരു ആശ്വാസമാണ് ഈ പറയുന്ന പ്രദേശവാസികൾക്കുള്ളത്. തീർച്ചയായും അങ്ങനെ ഒരു കുടുംബ പ്രശ്നമുണ്ടോ? കാരണം ഈ കുട്ടികളുമായി ആത്മഹത്യാ ശ്രമം നടത്തുന്നു, അങ്ങനെ ഒരു നീക്കം നടത്തുന്നുണ്ടെങ്കിൽ അതിന് പിന്നിൽ എന്തെങ്കിലും തക്കതായ ഒരു കാരണം കാണും. എന്താണ് കുടുംബവും നാട്ടുകാരും പറയുന്നത്? നമുക്ക് ഈ പറയുന്ന ഇവർ താമസിക്കുന്ന സ്ഥലത്ത് നേരത്തെ സൂചിപ്പിച്ച ഒരു വാടക വീട്ടിലാണ് താമസിക്കുന്നത്. ഈ പ്രദേശത്ത് അടുത്തതായാണ് ഇവർ താമസത്തിന് വേണ്ടി വന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കുക. ഇവർക്ക് ഈ പറയുന്ന മറ്റ് ആൾക്കാരുമായി ഒരു സുഹൃത്ത് ബന്ധമൊന്നും ഇവിടെ പുലർത്തി വന്ന സാഹചര്യം. ഇവരെക്കുറിച്ച് ഒരു വ്യക്തമായ ഒരു ധാരണയില്ല. ഭർത്താവ് വിദേശത്താണ് താമസിക്കുന്ന യുവതി എന്നുള്ളതിൽ കവിഞ്ഞ് ഈ പ്രദേശത്തെ ഒരു അങ്ങനെ ഒരു ബന്ധം പുലർത്താൻ ഇവര് മുതിർന്നില്ല എന്നുള്ളതാണ്. ഈ പറഞ്ഞ മറ്റു പ്രശ്നങ്ങളുണ്ടോ എന്നുള്ള സാഹചര്യം ഉൾപ്പെടെ പോലീസ് അന്വേഷിച്ചു വരുന്നുണ്ട് എന്നെ നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നു. എന്തായാലും ഇപ്പോൾ ഇവരുടെ ആരോഗ്യനില തൃപ്തികരമാണ് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. കേട്ടോ, യെസ്, മറ്റ് ആരോഗ്യനില തൃപ്തികരമാണ്. എങ്ങനെയാണ് ഈ പോലീസും നാട്ടുകാരും ഒക്കെ ഈ വിഷയത്തിൽ ഇടപെട്ടത്? കാരണം ഗ്യാസ് തുറന്നു വിട്ടു, ആത്മഹത്യാ ശ്രമം നടത്തുന്നു, പിന്നീട് എങ്ങനെയാണിത് നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെടുകയായിരുന്നോ? പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നോ? ഇവിടെ ഉണ്ടായിരുന്നത്. കാരണം തുടർന്ന് ഈ നാട്ടുകാർ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ഗ്യാസ് തുറന്നു വിട്ട ഗ്യാസിന്റെ ഒരു മണം അത് സമീപവാസികളും ഒക്കെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. തുടർന്ന് നടത്തിയ അന്വേഷണമാണ് ഇവരുടെ ഈ വീട്ടിലേക്ക് എത്തിയത്. വീട്ടിലെത്തിയപ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇവരുടെ മൂത്ത മകൻ ഓടിയെത്തുകയായിരുന്നു. ഈ അപകടം ഭയന്നാണ് ആ കുട്ടി എത്തിയെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കിയത്. ഓടിയെത്തുകയായിരുന്നു. തുടർന്ന് അകത്ത് കയറി നോക്കിയപ്പോഴാണ് ഈ പറയുന്ന ഒരു ആത്മഹത്യാ ശ്രമം അവിടെ ശ്രദ്ധയിൽപ്പെട്ടത്. തുടർന്ന് വേണ്ട രക്ഷാപ്രവർത്തനങ്ങൾ നടത്തുകയായിരുന്നു പോലീസ്. യെസ്, അരുൺ മോഹനാണ് വിവരങ്ങൾ നൽകിയത്. മറ്റൊരു വാർത്തയിലേക്കാണ് സ്പോട്ട് ലൈവിന് പോകുന്നത്. പാലക്കാട് പട്ടാമ്പിയിൽ സ്ത്രീയെ തീവണ്ടി തട്ടി മരിച്ച നിലയിൽ കണ്ടെത്തി. തിരുവേഗപ്പുറ സ്വദേശിനി സുലോചനയാണ് മരിച്ചത്. മരണകാരണം വ്യക്തമല്ല. വിവരങ്ങളുമായി വിഷ്ണു ചേരുന്നുണ്ട്. വിഷ്ണു, ഇതെപ്പോഴായിരുന്നു സംഭവം? എന്താണ് മരണകാരണം? ഒരു അപകട മരണമാണോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും അസ്വാഭാവികതയുണ്ടോ? ടോം, ഇന്ന് രാവിലെയാണ് പട്ടാമ്പി റെയിൽവേ സ്റ്റേഷൻ സമീപം പടിഞ്ഞാറ് ഭാഗത്തായി കോഴിക്കോട് റൂട്ടിൽ ട്രെയിൻ അപകടം ഉണ്ടാവുന്നത്.
8:30ക്കുള്ള കോയമ്പത്തൂർ കണ്ണൂർ ഇന്റർസിറ്റി എക്സ്പ്രസ് ആണ് വയോധികയെ ഇടിച്ചത്. തിരുവേപ്പറ വെളത്തൂർ സ്വദേശി ഉദിരംകുഴിയിൽ സുലോചനയാണ് അപകടത്തിൽ മരിച്ചത്. 69 വയസ്സായിരുന്നു. മരണത്തിന്റെ വ്യക്തതയില്ലെങ്കിലും ഇവർ കഴിഞ്ഞ 5 വർഷമായി ഡിപ്രഷന് ഗുളിക കഴിക്കുന്നതായി ബന്ധുക്കൾ പറഞ്ഞു. മാനസികാസ്വാസ്ഥ്യമുള്ള ആളാണെന്നും പറയപ്പെടുന്നു. ഇവർക്ക് മക്കളില്ല. കല്യാണം കഴിഞ്ഞിട്ട് ഭർത്താവുമായി വേർപിരിഞ്ഞ് താമസിക്കുകയാണ് കുറെ കാലമായിട്ട്. മരണത്തെ തുടർന്ന് പട്ടാമ്പി പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടി ഇൻക്വസ്റ്റ് പൂർത്തിയാക്കിയ ശേഷം മൃതദേഹം പട്ടാമ്പി ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടപടി ഇപ്പോൾ പുരോഗമിച്ചു വരികയാണ്. അത് കഴിയുന്നവർക്ക് ബന്ധുക്കൾക്ക് മൃതദേഹം വിട്ടുകൊടുക്കും കേട്ടോ. വ്യക്തമാണ്. എം വിഷ്ണുവാണ് വിവരങ്ങൾ നൽകിയത്. ഇടവേള. സംസ്ഥാനത്തെ 6 കോർപ്പറേഷനുകളിലും മുനിസിപ്പാലിറ്റികളിലും പുതിയ ഭരണസമിതി ചുമതല ഏറ്റെടുക്കുന്നു. പുതിയ മേയർമാർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. കൊച്ചി, തൃശൂർ, കണ്ണൂർ, കൊല്ലം, തിരുവനന്തപുരം, കോഴിക്കോട് കോർപ്പറേഷനിലാണ് പുതിയ മേയർമാർ സത്യപ്രതിജ്ഞ ചെയ്തത്. വൻ അട്ടിമറികളും ഗ്രൂപ്പ് പോരുകളും നാടകീയ നീക്കങ്ങളും നിറഞ്ഞ വലിയ സംഭവവികാസങ്ങൾക്കൊക്കെ സാക്ഷ്യം വഹിച്ചതായിരുന്നു ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ. പക്ഷേ മറ്റ് നിലവിലെ നേതൃത്വത്തിൻ്റെ തീരുമാനത്തിന് പാർട്ടി, അതായത് കോൺഗ്രസ് തീരുമാനമനുസരിച്ച് തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോയി കൊച്ചിയിൽ. പക്ഷേ ഇനി അറിയേണ്ടത് ആരായിരിക്കും ഡെപ്യൂട്ടി മേയർ എന്നാണ്. സംസ്ഥാനത്തെ കോർപ്പറേഷനുകളിലും മുനിസിപ്പാലിറ്റികളിലും ഡെപ്യൂട്ടി മേയർ, ഉപാധ്യക്ഷൻ എന്നീ സ്ഥാനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പും നടക്കുകയാണ്. തിരുവനന്തപുരത്ത് നിന്ന് വി അരുണും കൊച്ചിയിൽ നിന്ന് ഡാനി പോളും ചേരുന്നുണ്ട്. ആദ്യം അരുണിലേക്കാണ്. അരുൺ, തിരുവനന്തപുരത്തെ ഈ തെരഞ്ഞെടുപ്പിന്റെ ഡെപ്യൂട്ടി മേയർ തെരഞ്ഞെടുപ്പിന്റെ നടപടിക്രമങ്ങൾ ആരംഭിച്ചോ? ടോം, ഡെപ്യൂട്ടി മേയർ തെരഞ്ഞെടുപ്പിനുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. BJP-യിൽ നിന്ന് മത്സരിക്കുന്നത് ആശാനാഥാണ്. ആശാനാഥ് തുടർച്ചയായ 3-ാം തവണ കൗൺസിലെത്തുന്ന പ്രതിനിധിയാണ്. ഇത്തവണ കരിമം വാർഡിൽ നിന്നാണ് ആശ ജയിച്ചു വന്നത്. LDF-ന് വേണ്ടി മത്സരിക്കുന്ന രാഖി രവികുമാർ മുൻ ഡെപ്യൂട്ടി മേയർ കൂടിയാണ്. CPI നേതാവാണ് രാഖി രവികുമാർ. UDF-ൽ നിന്ന് മത്സരിക്കുന്ന മേരി പുഷ്പം കുന്നുകുഴി കൗൺസിലറാണ്. മേരി പുഷ്പം അവരും മുതിർന്ന അംഗമാണ്. ഈ 3 പേരും മത്സരിക്കുന്നുണ്ട്. നമുക്കറിയാം, മേയർ തെരഞ്ഞെടുപ്പിൽ BJP-ക്ക് 51 വോട്ട് ലഭിച്ചിരുന്നു. 50 BJP കൗൺസിലർമാരും ഒരു സ്വതന്ത്രമടക്കം 51 വോട്ട് BJP-ക്ക് ലഭിച്ചിരുന്നു. കോണ്ടുകട വാർഡിൽ നിന്നുള്ള കോൺഗ്രസ് എതിരായി മത്സരിച്ച് ജയിച്ച സുധീഷ് വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിൽക്കുകയായിരുന്നു. ഡെപ്യൂട്ടി മേയർ തെരഞ്ഞെടുപ്പിലും സുധീഷ് വിട്ടുനിൽക്കും. അങ്ങനെ 99 പേരാകും വോട്ട് ചെയ്യാൻ ഉണ്ടാവുക. BJP-ക്ക് നേരത്തെ ലഭിച്ച 51 ലഭിക്കാൻ ഇടയുണ്ട്. കോൺഗ്രസിന് 19 കൗൺസിലർമാരാണ് ഉള്ളത്. പക്ഷെ 17 വോട്ട് മാത്രമേ ലഭിച്ചുള്ളൂ. 2 കൗൺസിലർമാർ, അത് മുണ്ടൻകോട് കൗൺസിലർ ക്ലീറ്റസും അതുപോലെ തന്നെ വെങ്ങാനൂർ കൗൺസിലറും വെങ്ങാനൂർ കൗൺസിലറും വോട്ട് അസാധുവാക്കുകയായിരുന്നു. 2 വോട്ട് അസാധു ആയി പോവുകയായിരുന്നു. 2 പേരും ഈ ബാലറ്റിന് പുറകിൽ പേരെഴുതി ഒപ്പിടണമെന്നുണ്ട്. പക്ഷെ 2 പേരും അതിനെ മറന്നുപോയി. അങ്ങനെയാണ് 2 വോട്ട് കോൺഗ്രസിന്റെ UDF-ന്റെ അസാധുവായത്. LDF-ന് 29 ആണ് അംഗബലം. 29 വോട്ടുകൾ അവർക്ക് ലഭിക്കുകയും ചെയ്തു. ഡെപ്യൂട്ടി മേയർ തെരഞ്ഞെടുപ്പിലും ഈ 51 വോട്ട് BJP-ക്ക് ഉറപ്പാണ്. LDF-ന് 29 ഉറപ്പുണ്ട്. ഇത്തരം അബദ്ധങ്ങൾ പറ്റിയില്ല എങ്കിൽ കോൺഗ്രസിന് 19 വോട്ട് ലഭിക്കും. വോട്ടുകളുടെ വാർഡ് പ്രതിനിധി വോട്ട് പങ്കെടുക്കാതെ മാറി നിൽക്കാൻ തന്നെയാണ് സാധ്യത. ഏതായാലും BJP വലിയ ആവേശത്തിലാണ്, ആഘോഷത്തിലാണ്. 4 മണിക്ക് ഈ ഡെപ്യൂട്ടി മേയർ തെരഞ്ഞെടുപ്പ് കൂടി കഴിയുമ്പോൾ വലിയ ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചിട്ട് ഇപ്പോൾ തന്നെ അവർ ഈ കൗൺസിൽ ആസ്ഥാനത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കൂറ്റൻ ഫ്ലക്സ് ഉയർത്തിക്കഴിഞ്ഞു. ഗണഗീതം പാടിക്കഴിഞ്ഞു. അങ്ങനെ BJP ഇതിന്റെ എല്ലാ ശക്തിയോടും കൂടി അവരുടെ കാത്തിരുന്ന് കിട്ടിയ നഗരസഭാ ഭരണം ആഘോഷമാക്കുകയാണ്. വൈകിട്ട് BJP ആസ്ഥാനത്ത് ഈ കൗൺസിലർമാർക്കും പുതിയ മേയറിനും ഡെപ്യൂട്ടി മേയർക്കും ഒക്കെ വലിയ സ്വീകരണവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. BJP-യുടെ പ്രധാന നേതാക്കൾ, സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ, മുൻ അധ്യക്ഷന്മാരായ CK പത്മനാഭൻ, കുമ്മനം രാജശേഖരൻ, K സുരേന്ദ്രൻ തുടങ്ങിയ പ്രധാന നേതാക്കൾ, മന്ത്രി, കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി തുടങ്ങിയവരൊക്കെ ഈ സത്യപ്രതിജ്ഞ ചടങ്ങിന് സാക്ഷിയാകാൻ എത്തിയിരുന്നു. നിരവധി പ്രവർത്തകരുണ്ടായിരുന്നു. R. ശ്രീരേഖ, മുൻ DGP, ശാസ്തമംഗലത്തെ കൗൺസിലർ R. ശ്രീരേഖ സത്യപ്രതിജ്ഞ ചടങ്ങിൽ പങ്കെടുത്തില്ല. അവർ ഈ വോട്ടെടുപ്പ് പൂർത്തിയായ ശേഷം ഒരു സ്വകാര്യ ചടങ്ങിൽ പങ്കെടുക്കാനുണ്ടെന്ന് പറഞ്ഞ് പോവുകയായിരുന്നു. അവർക്ക് നേരത്തെ തന്നെ വലിയ അതിർത്തി ഉണ്ടെന്ന് സൂചനയുണ്ട്. അതിന്റെ ഭാഗമായാണ് ചോദ്യത്തിന് പ്രതികരിക്കാതെയാണ് അവർ പോയത്. ഒരു സ്വകാര്യ ചടങ്ങിൽ പങ്കെടുക്കാനുള്ളത് കൊണ്ട് വിട്ടുപോകുന്നു എന്നാണ് അവർ
വ്യക്തമാക്കിയത്. ഏതായാലും ഡെപ്യൂട്ടി മേയർ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാനാണ് സാധ്യത. ഏതായാലും BJPക്ക് വലിയ ഒരു അവസരമാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ 4 നിയമസഭാ മണ്ഡലങ്ങൾ കൂടി ഉൾപ്പെടുന്ന കോർപ്പറേഷൻ പരിധിയിൽ ഈ ഒരു മേയർ സ്ഥാനം ലഭിച്ചത് BJP വലിയ ആവേശത്തോടുകൂടിയാണ് കാണുന്നത്. 4 മണ്ഡലങ്ങളിലും UDF MLA മാർ ഉണ്ടാകുമെന്ന ഒരു അവകാശവാദവും പ്രതീക്ഷയുമാണ് BJP കേന്ദ്രങ്ങൾ ഈ ഘട്ടത്തിൽ പങ്കുവയ്ക്കുന്നത്. സംസ്ഥാനത്തൊട്ടാകെ BJPക്ക് തദ്ദേശ കാര്യമായ നേട്ടം ഉണ്ടാക്കാൻ കഴിയാതെ പോയപ്പോഴും തലസ്ഥാന നഗരസഭ പിടിക്കാനായത് തന്നെയാണ് അവർക്ക് ഏറ്റവും നേട്ടമായത്. അത് തന്നെയാണ് അവരുടെ ആത്മവിശ്വാസം നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ വർദ്ധിപ്പിക്കുന്നത്. തീർച്ചയായും. അതോടൊപ്പം ഈ R. ശ്രീലേഖ മുൻ IPS ഉദ്യോഗസ്ഥ, അവർക്ക് ഈ മേയർ പദവി ലഭിക്കാത്തതിൻ്റെ അതൃപ്തി ഉണ്ടെന്നൊക്കെ പറഞ്ഞിരുന്നു. കേന്ദ്ര നേതൃത്വത്തെ ഇക്കാര്യം അറിയിച്ചതെന്ന് പറയുന്നു. പകരം അങ്ങനെയെങ്കിൽ ശ്രീലേഖയുടെ കാര്യത്തിൽ ഒരു പുതിയൊരു പദവി നൽകുക, അങ്ങനെ അവരെ തുടർന്നുള്ള സാഹചര്യങ്ങളിൽ ഒരു നല്ല പരിഗണന കൊടുക്കുക, അങ്ങനെ എന്തെങ്കിലും തീരുമാനങ്ങൾ ഉണ്ടാകുമോ അരുൺ? R. ശ്രീലേഖ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു തന്നെ മേയറാക്കാമെന്ന ഉറപ്പിന്റെ അടിസ്ഥാനത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അടക്കമുള്ളവർക്ക് ഉറപ്പ് നൽകിയിരുന്നു, രാജീവ് ചന്ദ്രശേഖർ ഉറപ്പ് നൽകിയിരുന്നു എന്നൊക്കെയാണ് നേരത്തെ വ്യക്തമായത്. പക്ഷേ ആ ഉറപ്പുകളൊന്നും പാലിക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ ഒരു രാഷ്ട്രീയ സാധ്യതയല്ല ഉണ്ടായത്. ശക്തരായ പ്രതിപക്ഷമുള്ള നഗരസഭയിൽ രാഷ്ട്രീയ പരിചയമുള്ള നേതാവ് വന്നില്ലെങ്കിൽ ഭരണം മുന്നോട്ട് കൊണ്ടുപോവുക ദുഷ്കരമെന്ന് നേതൃത്വം തിരിച്ചറിഞ്ഞു. അതുകൊണ്ട് VV രാജേന്ദ്രനെ മേയറാക്കണമെന്ന ശക്തമായ ആവശ്യം വി മുരളീധരൻ വിഭാഗത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായി. PK കൃഷ്ണദാസ് MD രമേശും ഒക്കെ രാജേഷിനെ അനുകൂലിക്കുകയും ചെയ്തു. RSSന്റെ പിന്തുണ കൂടിയായപ്പോൾ രാജേഷ് മേയർ ആവുകയായിരുന്നു. അപ്പോൾ സ്വാഭാവികമായും ശ്രീലേഖ തഴയപ്പെട്ട ഒരു വികാരം അവർക്കുമുണ്ട്. ഇന്നലെ നേതാക്കൾ നേരിട്ട് വീട്ടിലെത്തി കാര്യങ്ങൾ പറഞ്ഞ് ആശ്വസിപ്പിച്ചു, ബോധ്യപ്പെടുത്തി എന്നൊക്കെയാണ് പറയുന്നത്. അവർ ഇന്നലെ ഈ മേയർ പ്രഖ്യാപന ചടങ്ങിൽ പങ്കെടുക്കുകയും ചെയ്തു. പക്ഷേ അവർക്ക് ഇപ്പോഴും ഒരു അതൃപ്തി ഉണ്ട് എന്ന സൂചനകളും പുറത്തു വരുന്നുണ്ട്. ഏതായാലും അവർ പരസ്യമായി ഒരു എതിർവികാരം ഇതുവരെ പ്രകടിപ്പിച്ചിട്ടില്ല. പാർട്ടി കൗൺസിലായത് തന്നെ ഏറ്റവും വലിയ കാര്യം എന്നൊരു പരസ്യ നിലപാടാണ് അവർ സ്വീകരിക്കുന്നത്. ഏതായാലും വരും ദിവസങ്ങളിൽ അവരുടെ ഒരു നിലപാട് വ്യക്തമാകും. അവർക്ക് പ്രധാനപ്പെട്ട പദവി എന്ന് പറയുമ്പോൾ മേയർ, ഡെപ്യൂട്ടി മേയർ പദവികൾ കഴിഞ്ഞു. ഇനിയുള്ളത് സ്റ്റാൻഡിംഗ് കമ്മിറ്റിയാണ്. സ്റ്റാൻഡിംഗ് കമ്മിറ്റികളിലേക്ക് അവരെ കൊണ്ടുവരാനുള്ള സാധ്യത വിരളമെന്നാണ് മനസ്സിലാകുന്നത്. വട്ടിയൂർക്കാവ് നിയമസഭയിലേക്ക് ശ്രീലേഖയെ മത്സരിപ്പിക്കാനുള്ള തയ്യാറെടുപ്പുകൾ BJP നടത്തുന്നതായ സൂചനകളുണ്ട്. അങ്ങനെയൊക്കെ അതായിരിക്കും അവർക്ക് ഒരു പുതിയൊരു പദവിയിലേക്ക് അവരെ കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ ആ തരത്തിലാകും നടക്കുക. ഏതായാലും അവരെ പിണക്കി മുന്നോട്ട് പോകാൻ BJP ആഗ്രഹിക്കുന്നില്ല. അവരുമായി സംസാരിച്ച് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി മുന്നോട്ട് പോകാൻ തന്നെയാണ് BJP നേതൃത്വത്തിന്റെ നീക്കമെന്നാണ് അറിയാൻ കഴിയുന്നത്. വ്യക്തമാണ്. ആലപ്പുഴയിൽ നിന്ന് ശരണ്യ സ്നേഹജൻ കൂടി ചേരുന്നുണ്ട്. ശരണ്യ, രാവിലെ ഈ നഗരസഭ അധ്യക്ഷ തെരഞ്ഞെടുപ്പിൽ മാധ്യമങ്ങളെ വിലക്കിയതുമായി ബന്ധപ്പെട്ട് ചില വിവാദങ്ങളൊക്കെ ഉയർന്നു നിന്നിരുന്നു. എന്താണ് അവിടുത്തെ ഇപ്പോഴത്തെ സാഹചര്യം? ഈ ഉപാധ്യക്ഷ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട നടപടികൾ എങ്ങനെ പുരോഗമിക്കുന്നു? ടോം, തുടക്കം മുതൽ തന്നെ വലിയ ബഹളങ്ങളായിരുന്നു ആലപ്പുഴ നഗരസഭയുടെ അധ്യക്ഷ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഉണ്ടായത്. ആദ്യഘട്ടത്തിൽ തന്നെ നമുക്കറിയാം, വളരെ അധികം സീറ്റുകളുടെ കാര്യത്തിൽ ഒരു സീറ്റിന്റെ വ്യത്യാസത്തിൽ മാത്രമാണ് ആലപ്പുഴ നഗരസഭ UDF പിടിച്ചെടുത്തിട്ടുള്ളത്. 23 ഇന്ന് വോട്ടിംഗ് നടന്നപ്പോൾ തന്നെ 23 വോട്ടുകൾ LDFനും 24 വോട്ടുകൾ UDFനും അനുകൂലമായി ചെയ്തു. ഒരു വോട്ടിന്റെ വ്യത്യാസത്തിൽ, അതായത് സ്വതന്ത്രനായ ജോസ് ചെല്ലപ്പന്റെ വോട്ടിന്റെ പിൻബലത്തിലാണ് ഇന്ന് UDF അധ്യക്ഷ സ്ഥാനത്തേക്ക് എത്തിയിട്ടുള്ളത്. മോളി ജേക്കബ്, അതായത് മുതിർന്ന അംഗമായ മോളി ജേക്കബ് ആണ് ഇലക്ഷൻ അതായത് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത്. ഒപ്പം തന്നെ മുൻ നഗരസഭാ അധ്യക്ഷ KK ജയമ LDFന് വേണ്ടിയും മത്സരിച്ചു. ആദ്യഘട്ടത്തിൽ BJP മത്സരിച്ചു. 2ാം റൗണ്ടിലാണ് അധ്യക്ഷയെ തെരഞ്ഞെടുത്തത്. അതിൽ മോളി ജേക്കബ് ഒരു വോട്ടിന് UDFന്റെ ഭാഗത്ത് നിന്ന് വിജയിച്ച ഈ ആലപ്പുഴ നഗരസഭ അധ്യക്ഷയായി തെരഞ്ഞെടുക്കപ്പെട്ടു. ഈ തെരഞ്ഞെടുപ്പ് തുടങ്ങുന്നതിന് തൊട്ട് മുൻപ് തന്നെ ചില തർക്കങ്ങൾ ഉണ്ടായിരുന്നു. അതായത് ഭരണാധികാരി മാധ്യമങ്ങൾ പുറത്തേക്ക് ഇറങ്ങണം എന്നുള്ള നിലപാട് സ്വീകരിച്ചു. അതോടുകൂടി സഭയിലെ അംഗങ്ങൾ മാധ്യമങ്ങൾ നിൽക്കുന്നതിൽ പ്രശ്നമില്ല എന്നുള്ള ആ നിലപാട് അവർ കൂടി സ്വീകരിച്ചതോടെ പോലീസ് എത്തേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തി. പോലീസ് എത്തി കാര്യങ്ങൾ നിയന്ത്രിക്കാൻ ശ്രമിച്ചതോടെ അവിടെ വിവാദങ്ങൾ പിന്നീട് തുടക്കമാവുകയായിരുന്നു. കാരണം അത് LDFന്റെ അംഗങ്ങൾ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് എത്തി എന്നുള്ള രീതിയിൽ ഉള്ള വിമർശനങ്ങൾ ഉയർന്നതോടുകൂടി
ഇരു കൂട്ടരും ചേർന്ന് മാധ്യമങ്ങൾ അത് ലൈവ് ടെലികാസ്റ്റിംഗ്, വോട്ടിങ്ങിന്റെ ലൈവ് ടെലികാസ്റ്റിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നിർത്തിവെച്ച് ബാക്കിയുള്ള കാര്യങ്ങൾ മാത്രമേ ഷൂട്ട് ചെയ്യാൻ പാടുള്ളൂ എന്ന് വരണാധികാരി തീരുമാനം കൈക്കൊള്ളുകയും മാധ്യമപ്രവർത്തകരെ അകത്ത് തന്നെ തുടരാൻ അനുവദിക്കുകയും ചെയ്തു. അങ്ങനെ വൈകിയാണ് ആലപ്പുഴ നഗരസഭയുമായി ബന്ധപ്പെട്ടുള്ള അധ്യക്ഷ തെരഞ്ഞെടുപ്പ് ആരംഭിക്കാൻ കഴിഞ്ഞത്. അതുകൊണ്ട് തന്നെ അല്പസമയം മുമ്പാണ് മോളി ജേക്കബിനെ ആലപ്പുഴ നഗരസഭ അധ്യക്ഷയായി തെരഞ്ഞെടുത്തത്. സ്വതന്ത്രനായ ജോസ് ചെല്ലപ്പന്റെ വൈസ് ചെയർമാൻ സ്ഥാനത്തേക്കുള്ള മത്സരമുണ്ട്. അത് ഉച്ചയ്ക്ക് ശേഷമാണ് നടക്കുന്നത്. അതിന് നടപടിക്രമങ്ങൾ ഇപ്പോൾ ആരംഭിച്ചു തുടങ്ങിയിട്ടുണ്ട്. വൈകി അവസാനിച്ചത് കൊണ്ട് തന്നെ 2:30 വരണാധികാരിയും മറ്റു ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും ഹാളിൽ എത്തിയിട്ടുണ്ട്. പക്ഷെ 3 മണിയോടുകൂടി മറ്റ് വോട്ടിംഗ് അടക്കമുള്ള പ്രക്രിയകളിലേക്ക് കടക്കും. ടോം. കൊച്ചിയിൽ നിന്ന് ഡാനി ഇപ്പോൾ കൂടി ചേരുന്നു. ഡാനി, കൊച്ചിയിൽ ഒരു ഉജ്ജ്വല തിരിച്ചുവരവായിരുന്നു UDF-ൻ്റേത്. ഭരണം പിടിച്ച ശേഷം പക്ഷേ വലിയ രീതിയിലുള്ള വിവാദങ്ങൾ ഉണ്ടാകുന്നു. കോൺഗ്രസിനുള്ളിൽ അഭിപ്രായ വ്യത്യാസമുണ്ടാകുന്നു. അതായത് ദീപ്തി മേരി വർഗീസിനെ മേയറായി മുൻനിർത്തിക്കൊണ്ട്, അല്ലെങ്കിൽ മേയർ സ്ഥാനാർത്ഥി എന്ന് അനൗദ്യോഗികമായി ഒരു പ്രഖ്യാപിച്ചുകൊണ്ടുള്ള പ്രചരണമായിരുന്നു. പക്ഷേ അതിനുശേഷം നമ്മൾ കണ്ടതാണ് ദീപ്തി മേരി വർഗീസിനെ മാറ്റി VK മിനിമോൾ UDF-ൻ്റെ, കോൺഗ്രസിൻ്റെ മേയർ സ്ഥാനാർത്ഥിയായി എത്തുന്നു. പക്ഷെ ദീപ്തി മേരിക്ക് അതിർത്തി ഉണ്ടെങ്കിലും അവിടുന്ന് തെരഞ്ഞെടുപ്പിൽ പങ്കെടുത്തു, വോട്ടെടുപ്പിൽ പങ്കെടുത്തു. പക്ഷേ മേയർ സത്യപ്രതിജ്ഞ ചടങ്ങിൽ നിന്നും വിട്ടുനിൽക്കുന്നു. പക്ഷേ കോൺഗ്രസ് വിമതൻ ബാസ്റ്റിൻ ബാബുവിൻ്റെ വോട്ട് മിനിമോൾക്ക് ലഭിക്കുന്നു. ഇനി ഡെപ്യൂട്ടി മേയർ തെരഞ്ഞെടുപ്പാണ്. ദീപക് ജോയിയുടെ പേര് നേരത്തെ തന്നെ നേതൃത്വം തീരുമാനിച്ചതാണ്. LDF-ഉം സ്ഥാനാർത്ഥിയെ നിർത്തുന്നുണ്ട്. എങ്ങനെയാണ് കൊച്ചിയിലെ ഡെപ്യൂട്ടി മേയർ തെരഞ്ഞെടുപ്പിൻ്റെ സാഹചര്യങ്ങൾ? ടോമ, ഇപ്പോൾ ഡെപ്യൂട്ടി മേയർ തെരഞ്ഞെടുപ്പ് അതിൻ്റെ ഒരു നടപടിക്രമങ്ങളിലേക്ക് കടന്നിരിക്കുകയാണ്. ഇപ്പോൾ കൗൺസിൽ ഹാളിനകത്ത് തെരഞ്ഞെടുപ്പിൻ്റെ ഒരു പ്രൊസീഡിങ്സിലേക്ക് നീങ്ങിയിരിക്കുന്നു. ഓരോ കൗൺസിലർമാരായി വന്ന് വോട്ട് ചെയ്യുകയാണ്. ഇതിൽ നമുക്കറിയാവുന്നതുപോലെ UDF വിപ്പ് നൽകിയിരിക്കുന്നത് ദീപക് ജോയാണ്. കോൺഗ്രസിൽ നിന്ന് ജയിച്ചു വന്ന കൗൺസിലറാണ് ദീപക് ജോയ്. അതോടൊപ്പം തന്നെ LDF സ്ഥാനാർത്ഥി നിർത്തിയിരിക്കുന്നത് നസ്രത്ത് വാർഡിൽ നിന്ന് ജയിച്ച യേശുദാസാണ്. ഒപ്പം NDA സ്ഥാനാർത്ഥി കൂടിയുണ്ട്. T പത്മകുമാരിയാണ് NDA സ്ഥാനാർത്ഥിയായിട്ട് വെച്ചിരിക്കുന്നത്. ഇങ്ങനെ മൂന്ന് പേരും തന്നെയും മത്സരരംഗത്തുണ്ട്. നേരത്തെ മേയർ തെരഞ്ഞെടുപ്പിൽ നടത്തിയ അതേ വോട്ടിംഗ് പാറ്റേൺ തന്നെയായിരിക്കും, വോട്ടിംഗ് നിലവാരം തന്നെയായിരിക്കും ഇതിലും പ്രതീക്ഷിക്കുന്നത്. കാരണം UDF വിമതൻ ബാസ്റ്റിൻ ബാബുവിൻ്റെ ഉൾപ്പെടെയുള്ള വോട്ടുകൾ നേടാൻ കഴിഞ്ഞിരുന്നു. 48 വോട്ടുകൾ നേടാൻ കഴിഞ്ഞിരുന്നു. അപ്പോൾ ആ രീതിയിൽ തന്നെയായിരിക്കും ഇതിലും വോട്ട് രേഖപ്പെടുത്തുക. കാരണം അതിൽ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ ആരും തന്നെ പ്രതീക്ഷിക്കുന്നില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ എന്തെങ്കിലും അസാധുവാകുന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അല്ലാതെ മറ്റു രീതിയിലേക്കുള്ള ഒരു തെരഞ്ഞെടുപ്പ് ചർച്ചകളോ ചിന്തകളോ ഒന്നും തന്നെ ഇക്കാര്യത്തിലും ഉണ്ടായിട്ടില്ല. ഇതിൽ പ്രധാനമായും തന്നെ പറയേണ്ടത് ഇതും ഒരു വീതം വെപ്പ രീതി എന്ന നിലയിൽ തന്നെയാണ് UDF കൈകാര്യം ചെയ്തിരിക്കുന്നത്. സെക്കൻഡ് ടൈമിൽ KVP കൃഷ്ണകുമാറാണ്, കോൺഗ്രസിൽ തന്നെ ഉള്ള കൃഷ്ണകുമാറാണ് സെക്കൻഡ് ടൈമിലേക്ക് വരുന്നത് 2.5 വർഷം കഴിയുമ്പോൾ. പക്ഷേ അതേസമയം തന്നെ ലീഗ് ഇതിലൊരു അവകാശവാദം ഉന്നയിച്ചിട്ടുണ്ട്. കാരണം അവസാനത്തെ 1 വർഷം ലീഗിന് ലഭിക്കണം എന്നൊരു അവകാശവാദം ലീഗ് മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അത് ഔദ്യോഗികമായിട്ട് തന്നെ UDF നേതൃത്വത്തിന് തന്നെ ലീഗ് നേതൃത്വം ആ ഒരു കത്ത് കൈമാറിയിരിക്കുന്നു എന്നതാണ്. അപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പും കാര്യങ്ങളും എല്ലാം തന്നെ അടുത്ത് വരുന്ന ഘട്ടത്തിൽ ഇങ്ങനെയൊരു ചർച്ചകൾ നടക്കുന്നത് ഒരു മുന്നണി മര്യാദകൾക്ക് ഉള്ളിൽ നിന്നുകൊണ്ട് വേണം എന്നുള്ളത് കൊണ്ട് തന്നെ ഇത് ഏത് രീതിയിലാണ് UDF കൈകാര്യം ചെയ്യുക എന്നറിയില്ല. കാരണം ഇങ്ങനൊരു കത്ത് നൽകിയതായി ലീഗ് നേതൃത്വം പറയുന്നുണ്ടെങ്കിൽ കൂടിയും ഇതിനോടുള്ള ഒരു പ്രതികരണം കോൺഗ്രസിൻ്റെ ഭാഗത്ത് ഇതുവരെയും അറിയിച്ചിട്ടില്ല. ഏതായാലും ആ രീതിയിലേക്ക് കാര്യങ്ങൾ പോകുമോ എന്നത് ഇനിയാണ് അത്തരം ചർച്ചകൾ നടക്കേണ്ടത്. എന്തായാലും ലീഗിന് വലിയ പ്രതീക്ഷകൾ അക്കാര്യത്തിലുണ്ട്. ലീഗിൻ്റെ TK അഷ്റഫ് നിലവിൽ കറുകപ്പള്ളിയിൽ നിന്ന് ജയിച്ചു വന്ന കൗൺസിലറാണ്. നേരത്തെ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി വിഭാഗമൊക്കെ ആയിരുന്നു. അന്ന് ഇടത്
കൗൺസിലിൻ്റെ കാലത്തും അദ്ദേഹം ആ ഭരണ സംവിധാനത്തോടൊപ്പം നിൽക്കുകയും പിന്നീട് അന്ന് ലീഗ് വിമതനായിരുന്നു. ഇപ്പോൾ ലീഗിലേക്ക് തിരിച്ചു വരികയും ഇപ്പോൾ UDF-നൊപ്പമാണ് അദ്ദേഹം തുടരുന്നത്. എന്തായാലും അത്തരം ചർച്ചകൾ ഇനിയിപ്പോൾ കൂടുതൽ നടത്തേണ്ടിയിരിക്കുന്നു. ഇതെന്തായാലും ഇപ്പോൾ UDF എന്ന് പറയുന്നത് വലിയ രീതിയിൽ മെജോറിറ്റി നേടിയൊരവസ്ഥയാണ് കൊച്ചി കോർപ്പറേഷനകത്തുള്ളത്. 47 സീറ്റുകളുണ്ട്. ഒരു വിമതൻ കൂടി ഒപ്പം നിൽക്കുന്നത് 48 സീറ്റുകൾ എന്ന രീതിയിലേക്കെല്ലാം തന്നെ വരികയും ചെയ്തപ്പോൾ അത്തരം കാര്യങ്ങളിൽ വലിയൊരു ആശ്വാസം UDF-ന് ഉണ്ട്. അതുകൊണ്ട് വലിയ തർക്കങ്ങളിലേക്ക് പോകാതെ മുന്നണിയെ ബാധിക്കുന്ന രീതിയിലേക്കുള്ള വലിയ തർക്കങ്ങൾ ഉണ്ടാകാതിരിക്കാൻ തന്നെയാണ് ശ്രമിക്കുന്നത്. ഏതായാലും മേയർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ ചർച്ചകളുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ദീപ്തി മേരിയുടെ പേരടക്കം ഇതിൽ നിന്ന് മാറ്റിയ സമയത്ത് വലിയ രീതിയിലേക്ക് പ്രതിഷേധങ്ങൾ ഉണ്ടാകുമെന്ന് പലരും തന്നെ പരക്കെ പ്രതീക്ഷിച്ചിരുന്നു. എന്നാൽ ദീപ്തി മേരി കുറച്ചുകൂടി സംയമനം പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നതാണ് നമ്മൾ കണ്ടത്. ഇന്നുള്ള അവരുടെ പ്രതികരണവും വളരെ കരുതലോടുകൂടി തന്നെയായിരുന്നു. സത്യപ്രതിജ്ഞാ ചടങ്ങിന് അവർ നിന്നില്ല എങ്കിൽ കൂടിയും അവർ വോട്ട് രേഖപ്പെടുത്തുകയും അവരെ അഭിനന്ദനങ്ങൾ അറിയിച്ച ശേഷമാണ് സത്യപ്രതിജ്ഞാ ചടങ്ങിന് മുൻപ് മറ്റു പരിപാടികളിൽ പങ്കെടുക്കേണ്ടതുണ്ട് എന്ന കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി അവർ പോവുകയും ചെയ്തത്. UDF നേതൃത്വവും അല്ലെങ്കിൽ കോൺഗ്രസ് ജില്ലാ നേതൃത്വവും ഇതിനോട് ഡാനി തുടക്കം മുതൽ തന്നെ കൊച്ചിൻ കോർപ്പറേഷനിൽ ദീപ്തി മേരി വർഗീസ് ആകും മേയർ, UDF അധികാരത്തിൽ വന്നാൽ ദീപ്തി ആകും മേയർ എന്ന രീതിയിൽ തന്നെയായിരുന്നു പ്രചാരണ പ്രവർത്തനങ്ങളുമായി UDF മുന്നോട്ട് പോയത്. അതായത് ഫലം വന്നു, UDF-ന് വലിയ മേൽക്കൈ കൊച്ചിൻ കോർപ്പറേഷനിൽ ഉണ്ടാകുന്നു. അതോടുകൂടി കാര്യങ്ങൾ മാറിമറിയുന്നു. സഭാ നേതൃത്വത്തിൽ ഇടപെടൽ വരുന്നു. ലത്തീൻ സഭയുടെ പ്രതിനിധിയെ ഇതിലേക്ക് അതായത് മേയറാക്കണമെന്ന് KRCC ഉൾപ്പെടെയുള്ള അതായത് ലത്തീൻ സഭയുടെ സംഘടനകൾ അത്തരം ആവശ്യവുമായി അവകാശവാദവുമായി രംഗത്ത് വരുന്നു. പിന്നീട് വലിയ അട്ടിമറി സംഭവിക്കുന്നു. ദീപ്തി മേരി വർഗീസ് തുടക്കത്തിൽ അതൃപ്തിയിലായിരുന്നു. ഇപ്പോൾ പൂർണ്ണമായും നേതൃത്വം ദീപ്തി അനുനയിപ്പിച്ചിട്ടുണ്ടോ? ഇന്ന് ഈ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ നിന്ന് വിട്ടുനിന്നത് ഒരു പ്രതിഷേധത്തിൻ്റെ ഭാഗമായിട്ടാണോ ഡാനി? ടോം, അത് സംബന്ധിച്ച് അവരുടെ ഒരു പ്രതികരണം ഇതുവരെ ഉണ്ടായിട്ടില്ല. അവർ പറയുന്നത് തെരഞ്ഞെടുപ്പിൽ താൻ സജീവമായിട്ട് മേയർ തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കുകയും അവരെ അഭിനന്ദിക്കുകയും ചെയ്തു. താൻ മാത്രമല്ല ആ സമയത്ത് കൗൺസിൽ ഹാളിൽ നിന്ന് ഇറങ്ങിയത്, മറ്റു ചില കൗൺസിൽ അംഗങ്ങൾ കൂടി ആ സമയത്ത് ഇറങ്ങിയിരുന്നു. താൻ ഇങ്ങനെ ഈ ഒരു ചർച്ചകളിൽ വന്നതുകൊണ്ടായിരിക്കാം തൻ്റെ ഒരു അസാന്നിധ്യം ശ്രദ്ധയിൽപ്പെട്ടത് എന്ന രീതിയിലുള്ള ഒരു മറുപടിയാണ് അവരിൽ നിന്നുണ്ടായത്. എന്നാലും അതൊരു വലിയ രീതിയിലേക്ക് ചർച്ചയാക്കാനോ ഉയർത്തിപ്പിടിക്കാനോ ഒന്നും UDF തയ്യാറാവുന്നില്ല. അല്ലെങ്കിൽ കോൺഗ്രസ് അതിൽ അങ്ങനെ അത്തരം ചർച്ചകൾ കഴിഞ്ഞു എന്ന രീതിയിൽ തന്നെയാണ്. ഏതായാലും മികച്ച മെജോറിറ്റി ലഭിച്ചു. അതുകൊണ്ട് ആ രീതിയിലേക്ക് കാര്യങ്ങൾ പോകട്ടെ എന്നുള്ള രീതിയിൽ തന്നെയാണ് നിൽക്കുന്നത്. വലിയ ചർച്ചകളിലേക്ക്, കാരണം ദീപ്തി മേരി വർഗീസിൻ്റെ ഒരു ഇണക്കവും പിണക്കവും കോൺഗ്രസ് ഇപ്പോൾ തൽക്കാലത്തേക്ക് അത് വലിയ ഗൗരവത്തിലേക്ക് കാണുന്നില്ല എന്നത് തന്നെയാണ്. ഇപ്പോൾ വലിയ രീതിയിലുള്ളൊരു മെജോറിറ്റി ലഭിച്ചിട്ടുണ്ട്. മാത്രവുമല്ല ഇപ്പോൾ 2 സ്ഥാനാർത്ഥികളിലേക്ക് എത്തിയത് തന്നെ നിരവധിയായ ചർച്ചകൾക്ക് ശേഷമാണ്. അത് പാർട്ടി നിർദ്ദേശത്തിൻ്റെ ഒരു തീരുമാനമാണ്. അതിൻ്റെ ഒരു അന്തസ്സത്ത ഉൾക്കൊള്ളാൻ ദീപ്തി മേരി പോലെ ഒരു നേതാവിനെ കഴിയുമെന്ന് തന്നെയാണ് അവർ ചൂണ്ടിക്കാണിക്കുകയും ദീപ്തി ഇത്തരം കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് എന്നും മനസ്സിലാക്കുന്നു. മറ്റ് എന്താണ് ഇനി ദീപ്തിയുടെ ഒരു തുടർ നീക്കങ്ങൾ എന്താണ്, അല്ലെങ്കിൽ ഇത് ഏത് രീതിയിലുള്ളൊരു ചർച്ചകളിലേക്കാണ് കൊണ്ടുപോയത് കാര്യങ്ങൾ എന്നത് സംബന്ധിച്ച് ഇപ്പോൾ വ്യക്തമല്ല. ഏതായാലും ദീപ്തി ഒരു പരസ്യ പ്രതികരണത്തിനോ പരസ്യ പ്രതിഷേധത്തിനോ ഇല്ല. അവർ തന്നെ അവരുടെ പ്രതികരണങ്ങളിൽ തന്നെ പറഞ്ഞത് തനിക്കങ്ങനെ പരിഭവമോ പരാതിയോ ഒന്നും ഇക്കാര്യത്തിൽ ഇല്ല എന്ന് തന്നെയാണ് അവർ വ്യക്തമാക്കുകയും ചെയ്തത്. എന്തായാലും ഇപ്പോൾ മേയർ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിരിക്കുന്നു. VK മിനിമോൾ കൊച്ചി മേയറായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരം ഏറ്റെടുക്കുകയും ചെയ്തിരിക്കുന്നു. ഇനിയിപ്പോൾ അല്പസമയത്തിനകം തന്നെ ഡെപ്യൂട്ടി മേയറുടെ തെരഞ്ഞെടുപ്പ് ഒരു നടപടിക്രമങ്ങൾ പൂർത്തിയാവുകയും ചെയ്യും. ഫലപ്രഖ്യാപനവും വൈകാതെ ഉണ്ടാകും. ഇപ്പോൾ ജില്ലാ കളക്ടർ G. പ്രിയങ്കയാണ് വരണാധികാരി. അവർ ഇതിനു മുൻപായിട്ട് അതിൻ്റെ മിനിമോളാണ് മേയറായത്. മറ്റ് അട്ടിമറികളൊന്നും നടന്നില്ല. ഡെപ്യൂട്ടി മേയർ തെരഞ്ഞെടുപ്പിലും കോൺഗ്രസിന് വലിയ UDF-ന് വലിയ മേൽക്കൈയുണ്ട്. ദീപക് ജോയ് തന്നെ ഡെപ്യൂട്ടി മേയർ ആകുമെന്ന് തന്നെയാണ് സൂചനകൾ. എന്തായാലും തിരുവനന്തപുരത്തും കൊല്ലത്തുമൊക്കെ ചരിത്രം സൃഷ്ടിക്കപ്പെട്ടൊരു ദിവസമാണ്, ചരിത്രം പിറന്നൊരു ദിവസമാണ്. അതായത് തിരുവനന്തപുരത്ത് BJP ആദ്യമായി അധികാരത്തിൽ വരുന്നു. കൊല്ലത്ത് കോൺഗ്രസിൻ്റെ പ്രതിനിധി ചരിത്രത്തിലാദ്യമായി മേയറാകുന്നു. കൊല്ലം കോർപ്പറേഷൻ മേയറായി കോൺഗ്രസിലെ AK ഹഫീസിനെയാണ് തെരഞ്ഞെടുത്തത്. കോർപ്പറേഷനിലെ ആദ്യ UDF മേയറാണ് ഹഫീസ്. 27 വോട്ട് നേടിയാണ് മേയർ സ്ഥാനത്തേക്ക് എത്തുന്നത്. അതോടൊപ്പം വിവാദങ്ങൾക്കിടെ തൃശ്ശൂർ മേയറായി ഡോക്ടർ നിജി ജസ്റ്റിനും സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു.
അതിനിടെ ഈ നിജിക്കെതിരെ കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ കോൺഗ്രസിൻ്റെ കൗൺസിലർ ലാലി ജെയിംസ് ഗുരുതര ആരോപണവുമായി രംഗത്തെത്തിയെങ്കിലും അവരും വോട്ട് രേഖപ്പെടുത്തി. അതോടൊപ്പം കോഴിക്കോട് മേയറായി CPM-ലെ ഒ സദാശിവനും കണ്ണൂർ മേയറായി കോൺഗ്രസിലെ പി ഇന്ദിരയും തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. താൻ ഡി മണി അല്ലെന്ന് ചോദ്യം ചെയ്യപ്പെട്ടയാൾ തൻ്റെ പേര് MS മണി എന്നാണ്. ബാലമുരുകനെ അറിയാം. തൻ്റെ സിം ബാലമുരുകൻ ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെ SIT എത്തിയെന്ന് കരുതുന്നെന്നാണ് ഡി മണി, അതായത് ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് SIT ചോദ്യം ചെയ്ത ഡി മണി പ്രതികരിച്ചത്. பேர் மாறுதல் ஒன்று நடந்துச்சு. ஒரு என்கொயரி, அந்த பேர் மாறுதலுக்காக ஒரு என்கொயரி பண்ணாங்க. அவங்க கேட்க கொஸ்டின் எல்லாம் கொடுத்துட்டேன். நீங்கள் இல்லை அப்படி சொல்லிட்டு கிளம்பிட்டாங்க. இதுதான் நடந்தது. இது நானா ஒரிஜினல் படத்தில் பார்த்தாங்க, அது இல்லை. அவங்க தள்ளி இது வரைக்கும் கேரளாவிலேருந்து போலீஸ் வந்திருக்காங்க. அவங்க யார்? SIT. எந்த கேஸும் சொல்லவே இல்லை. உங்கள் மேலே ஒரு கமெண்ட் ஆகிருக்கு அப்படின்னு சொல்லி அந்த கமெண்ட்டில் CBSE கோர்ட்லேருந்து வந்திருக்கு மாதிரி சொன்னாங்க. அதுக்கு கேட்குற கொஸ்டின் எல்லாமே நான் பதில் சொல்லிட்டேன். என்ன கேட்டாங்கன்னா உங்கள் பேர் என்ன கேட்டாங்க ஃபஸ்ட்டு. அதுக்கப்புறம் என்ன பிஸ்னஸ் பண்ணுறாங்க கேட்டாங்க. IT கேட்டாங்க. ஒன்றுன்னா அது இன்கம் டேக்ஸ் மாதிரியே எல்லாம் கேட்டாங்க. அவங்க எதுக்கு வந்தாங்க இன்னும் புரியவே இல்லை. டி மணின்னு கேட்டாங்க. இல்லைங்க நான் MS மணி, ஃபுல் நேம் சுப்பிரமணியம் சொன்னேன். அதுக்கப்புறம் வந்துட்டு இல்லை நாங்கள் பேச அப்புறம் யாரும் தெரிஞ்சுட்டு அவங்க நார்மலாக வந்துட்டாங்க. வரணும் இது இல்லை. நம்ம இல்லைன்னு ஃபுட் பண்ணிட்டாங்க. அதை நம்ம இல்லை ராங் மெசேஜ். உங்கள் பேர், அதாவது உங்கள் பேர், உங்கள் சிம் வந்து, அதாவது உங்கள் என்னோட நம்பர் எனக்கு தெரியும் யாரும் சொல்லியிருப்பாங்க தெரியுது. அதுக்காக வந்துருக்காங்க. இந்த மணி இல்லைன்னு சொல்லிட்டு போயிட்டாங்க. അவ்வளோதான். വിവരങ്ങളുമായി VB വിനോദ് ചേരുന്നു. വിനോദ്, ഡി മണി അല്ല, തൻ്റെ പേര് MS മണി എന്ന് തന്നെയാണ് എന്നാണ് ഇയാൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ബാലമുരുകനെ അറിയാം. സിം ബാലമുരുകൻ ഉപയോഗിക്കുന്നുണ്ട്. ഈ പേര് മാത്രമായിരിക്കാം മാറിയതോ ഈ മറ്റൊരു ആളെ ഉദ്ദേശിച്ചാണോ, ഈ ആൾ മാറിയാണോ SIT ചോദ്യം ചെയ്തത്? എന്താണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? ടോം, ഈ ശൃംഖലയുമായി ബന്ധമുള്ള ആൾ തന്നെയാണ് ബാലമുരുകൻ എന്ന് ഇപ്പോൾ ഈ MS മണി പറയുന്നത് ഡി മണിയെ കുറിച്ചാണ്. ഡി മണിയുടെ പേരാണ് ബാലമുരുകൻ. ഈ ഇപ്പോൾ സംസാരിച്ച MS മണിയുടെ സിം ബാലമുരുകൻ, അതായത് ഡി മണിയുടെ കയ്യിൽ ഉണ്ടെന്നാണ് പറയുന്നത്. അങ്ങനെയെങ്കിൽ MS മണിയുടെ സിം, ഇങ്ങനെ റിയൽ എസ്റ്റേറ്റ് നടത്തുന്ന MS മണി എന്തുകൊണ്ട് സ്വന്തം പേരിലുള്ള സിം ഡി മണിക്ക് നൽകിയെന്ന ചോദ്യം അവശേഷിക്കുന്നുണ്ട്. മാത്രമല്ല, അങ്ങനെയെങ്കിൽ ഇപ്പോൾ ഡി മണി ഒളിവിലാണെന്ന് പറയേണ്ടി വരും. ഡി മണിയെ കുറിച്ച് യാതൊരു വിവരവുമില്ല. തന്റെ സിം ഡി മണി ഉപയോഗിച്ചിരുന്നു. അങ്ങനെയാണ് ആ സിം കേന്ദ്രീകരിച്ച് തന്റെ അടുത്തേക്ക് എത്തിയതെന്ന് MS മണി പറയുന്നു. അതായത് നേരത്തെ ഡി മണി ഉപയോഗിച്ചിരുന്ന സിം ഈ വാർത്ത വന്നതിന് ശേഷം, അല്ലെങ്കിൽ ഈ കേസുകൾ വന്ന ശേഷം ഡി മണി MS മണിക്ക് കൈമാറി എന്ന് വേണം കരുതാൻ. അത് വളരെ ആസൂത്രിതമാണെന്ന് തന്നെ വിലയിരുത്തേണ്ടിയിരിക്കുന്നു. കാരണം നേരത്തെ MS മണിയുടെ ഫോൺ ഡി മണി സിം ഉപയോഗിക്കുകയും പിന്നീട് ഈ കേസ് വന്നതിന് പിന്നാലെ അത് MS മണിയെ തിരികെ ഏൽപ്പിക്കുന്നു. അതുകൊണ്ടാണ് ആ ടവർ ലൊക്കേഷൻ കേന്ദ്രീകരിച്ച് അന്വേഷണ സംഘം അവിടെ എത്തിയത്. ഏതായിരുന്നാലും ഡി മണിയെ തനിക്കറിയാം, ബാലമുരുകൻ എന്ന ഡി മണിയെ തനിക്കറിയാം എന്ന് തന്നെയാണ് MS മണി പറയുന്നത്. ഇനി SITക്ക് മുന്നിലുള്ള ഏറ്റവും വലിയ വെല്ലുവിളി യഥാർത്ഥത്തിലുള്ള ഡി മണിയെ കണ്ടെത്തുക എന്നതാണ്. ടോം, അതാണ് വിനോദ് സൂചിപ്പിച്ച പോലെ. ഇനി ആ ഡി മണി ആരാണ്, ആ യഥാർത്ഥ ഡി മണിയെ കണ്ടെത്താനുള്ള നീക്കങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. വെറും ഒരു ഓട്ടോറിക്ഷ തൊഴിലാളിയിൽ നിന്നും വലിയ സാമ്പത്തിക വളർച്ച നേടിയ വ്യക്തി. അയാളുടെ സാമ്പത്തിക ഇടപാടുകൾ, സാമ്പത്തിക വളർച്ചയൊക്കെ ദുരൂഹമാണ്. അതോടൊപ്പം ഈ MS മണിയുടെ SIT ചോദ്യം ചെയ്ത MS മണിയും ഈ സ്വർണ്ണക്കൊള്ള സംഘവുമായി എന്താണ് ബന്ധം? ഇതേക്കുറിച്ചും വിശദമായി തന്നെ പരിശോധിക്കുന്നുണ്ട് അന്വേഷണ സംഘം. സ്പോട്ട് ലൈവ് പൂർണ്ണമാകുന്നു. നമസ്കാരം.